ثعلبة والحارث وثابت والحارث ثقف عمير حارث أبو لهيثم عبد الله ثعلبة والحارث حارثة والحارث ثابتهم والحارث أبو لمرثد عبد الله جبر ومدلاج وجبير عمير يفرج جبارهم عمرو النجو سعد عبيد عبد الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. او کہ جود و کرم ہے شہ بطحا تیرا نہیں سنتا ہی نہیں مانگنے والا تیرا. സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധമായ നമ്മുടെ സ്നേഹ പ്രഭാഷണ പരമ്പരയുടെ 6ാം ദിവസത്തിലാണ് നാം ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രത്തിന്റെ മർമ്മപ്രധാനമായ സ്ഥലങ്ങളിലൂടെ വളരെ ലളിതവും വിനീതവുമായ ഒരു സഞ്ചാരമാണ് ഇവിടെ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് പൂർണ്ണമായും പ്രതിബദ്ധത പുലർത്താൻ സാധിക്കുകയില്ല എന്ന് ആവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഓരോ അധ്യായങ്ങളും ഓരോ പരമ്പരകൾക്കും മാത്രം വിശാലമാണ് എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമില്ല. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രം പറയുകയും അതിലേക്ക് സമൂഹത്തെ ബോധവൽക്കരിക്കുകയും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയുമാണ് ഈ പരമ്പരയുടെ ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെയും അധ്വാനപൂർണമായ ഇസ്ലാമിക പ്രബോധന ചരിത്രത്തിലൂടെയും കടന്നുവന്ന് ഇനി ഇൻഷാ അല്ലാഹ് അവിടുത്തെ മുന്നേറ്റത്തിന്റെയും ബദറിന്റെയും അധ്യായത്തിലാണ് ഇന്നലെ നാം എത്തിച്ചേർന്നത്. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ബദർ ഖിസ്സകൾ മുഴുവനും ഉൾക്കൊള്ളുന്നത് ബദറും അതിന്റെ പശ്ചാത്തലവുമാണെങ്കിൽ
അതെല്ലാം ഉൾക്കൊള്ളിക്കുവാൻ നമ്മുടെ ഈ പരമ്പരയ്ക്ക് സാധിക്കില്ല. ചരിത്രപരമായും സ്നേഹപരമായും പ്രാധാന്യമുള്ള തലങ്ങളെ അതിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടാണ് നാം ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിപ്രഭാവത്തിന് മുമ്പിൽ ലോകം മുഴുവനും തലകുനിക്കുമ്പോൾ ഇസ്ലാമിനെ തീവ്രവാദമായും ഭീകരവാദമായും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ വളരെ പ്രധാനമായും എടുത്തുദ്ധരിക്കുന്ന ഒരു അധ്യായമാണ് ബദർ. ലോക മുസ്ലിമീങ്ങളെ മുഴുവനും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും തലത്തിലേക്ക് എഴുതിത്തള്ളാനും അതുവഴി ഇസ്ലാമിനെ തന്നെ തെറ്റായി അവതരിപ്പിക്കുവാനും സിയോണിസ്റ്റുകൾ, പടിഞ്ഞാറൻ ചരിത്രകാരന്മാർ, ഇസ്ലാമിന്റെ വിരോധികൾ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങുകയല്ലാതെ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്നതാണ് ഇന്നലകളിലെ മുഴുവനും യാഥാർത്ഥ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അനിവാര്യമായ ചെറുത്തുനിൽപ്പിന്റെ അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. കടന്നു കയറിപ്പോയി ഒരു പ്രദേശത്തെ നശിപ്പിക്കുകയോ പ്രദേശവാസികളെ മതവൽക്കരിക്കുകയോ ചെയ്യുന്നത് ഇസ്ലാമിന്റെ അജണ്ടയിൽപ്പെട്ടതല്ല. അങ്ങനെ അക്രമപരമായ ഒരു സമീപനം ഇസ്ലാം എവിടെയും സ്വീകരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനിവാര്യമായി വന്ന ചെറുത്തുനിൽപ്പിന്റെ സാഹചര്യത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ശാരീരികമായ ചെറുത്തുനിൽപ്പിൽ 1000-300 വിജയിക്കുക എന്നത് ലോകയുദ്ധ സമവാക്യത്തിലെ ഒരത്ഭുതകരമായ അധ്യായമാണ്. ആയുധബലം, അംഗബലം, സ്വാധീനം, സമ്പത്ത് ഇതെല്ലാം വിജയം വരിച്ച യുദ്ധങ്ങളാണ് ലോക ചരിത്രത്തിൽ നിന്ന് വായിക്കാനുള്ളതെങ്കിൽ ആധ്യാത്മികതയും വിശ്വാസവും വിജയം വരിച്ച അത്യത്ഭുതകരമായ അധ്യായമാണ് ബദറിലൂടെ നാം വായിച്ചെടുക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ബദറിന്റെ ശരിയായ ഒരു വായന വെച്ചുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യമല്ല. ബദറിന്റെ കൃത്യമായ ചരിത്രം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ അവമതിക്കുവാൻ പറ്റുകയില്ല. ഇന്നലെ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളെയാണ് നാം പരാമർശിച്ചു പോയത്. ഇന്ന് അതിന്റെ അനുബന്ധം കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് തൽക്കാലം ബദർ എന്ന ചരിത്രാധ്യായത്തോട് താൽക്കാലികമായി യാത്ര ചോദിക്കാം. പക്ഷേ നമ്മുടെ മഹത്തായ ഈ പരമ്പര ഈ വർഷം എവിടെയാണ് നിർത്താൻ കഴിയുക എന്നെനിക്കറിയില്ല. നാളെ എവിടെ എത്തുന്നുവോ, അല്ലെങ്കിൽ മറ്റന്നാൾ അല്പസമയം കൂടി ലഭിക്കുകയാണെങ്കിൽ എവിടെ എത്തുന്നുവോ അവിടെ വെക്കാം. അള്ളാഹു ആയുസ്സും ആരോഗ്യവും നിയോഗവും നൽകിയാൽ വീണ്ടും ഈ പ്രമേയത്തിന്റെ തുടർച്ച ചർച്ച ചെയ്യാം. അള്ളാഹു ജല്ല ജലാലുഹു നമ്മെ മുഴുവനും യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറയുന്ന എല്ലാ പരാമർശങ്ങളെയും എങ്ങനെ നിങ്ങൾക്ക് അതിനോടൊപ്പം വരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്ര പാരായണമാണ്. മനസ്സിലായാലും ഇല്ലെങ്കിലും ഈ മഹത്തായ സദസ്സിലെ സാന്നിധ്യത്തിന് പ്രതിഫലമുണ്ട് എന്ന വിശ്വാസത്തോടെ ഇരുന്നാൽ അള്ളാഹുവിങ്കിൽ സ്വീകാര്യത ലഭിക്കും. അള്ളാഹു അങ്ങനെ സ്വീകരിക്കപ്പെട്ട സദസ്സാക്കി തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് വേണ്ടി കോപ്പൊരുക്കുമ്പോൾ തന്നെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്,
അവിടുന്ന് സ്ത്രീകളെ ആക്രമിക്കരുത്, കുട്ടികളെ ആക്രമിക്കരുത്, കൃഷിയിടങ്ങളിലേക്ക് കടന്നുകയറരുത്, വെറുതെ പോകുന്നവരെ ആക്രമിക്കരുത്, പ്രായമുള്ളവരെ കയ്യേറ്റം ചെയ്യരുത്. അങ്ങനെ തുടങ്ങി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ശത്രുവാണെങ്കിലും സമാധാനത്തിന് വേണ്ടി അഭ്യർത്ഥിച്ച് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ അവരോട് നിങ്ങൾ കൊമ്പ് കോർക്കരുത്. അനിവാര്യമാകുന്ന ഘട്ടത്തിൽ മാത്രമേ നിങ്ങൾ അവരോട് ആയുധപ്രയോഗം നടത്താൻ പാടുള്ളൂ എന്ന് ലോകയുദ്ധ സമവാക്യങ്ങളെ മുഴുവനും മാറ്റിയെഴുതിയിട്ട് പഠിപ്പിച്ച നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ ഇന്ന് ശ്രദ്ധയിലേക്ക് പെട്ട 2-3 വരികളുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ അവരുടെ മുന്നേറ്റങ്ങളുടെയും അവരുടെ സമീപനങ്ങളുടെയും ശൈലി കേവലമായ ഒരു കടന്നാക്രമണമായിരുന്നില്ല, മറിച്ച് സത്യത്തിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി അനിവാര്യമായ ചെറുത്തുനിൽപ്പ് മാത്രമായിരുന്നു മഹാന്മാർ നടത്തിയിട്ടുള്ളത്. അവർ പക്ഷേ വിജയം വരിക്കുകയും ലോകത്തുള്ള മുഴുവൻ ചരിത്രങ്ങളെയും മാറ്റിയെഴുതുകയും ചെയ്തവരാണ്. യുദ്ധത്തി കെട്ടാറിയാൽ നന്മതൻ ചന്ദനച്ചാർ ശത്രുമിത്ര ഭേദങ്ങൾ കൂടാതെ ഒഴുക്കുവോർ ജന്മത്തിൽ ഊട്ടപ്പെട്ട പ്രകൃതമവർക്കിത മോന്തുപോൽ മാറിയിടുന്ന നിറമല്ലിതു തീർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ സൃഷ്ടിജന്യമായും പ്രകൃതിപരമായും തന്നെ സൽഗുണ സമ്മേളനത്തിന്റെ ആളുകളായിരുന്നു. ഇവർ തൻ വിശുദ്ധിയെ വേദവും പ്രകീർത്തിപ്പു മോഹത്തെ രാജാവാക്കാൻ ഇവരെ കിട്ടാറില്ല. കേവലമായ മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പിറകിൽ ഒട്ടകത്തെ പായിച്ചവരായിരുന്നില്ല, മറിച്ച് നീതിയുടെയും നിഷ്ഠയുടെയും നിലനിൽപ്പിന് വേണ്ടി പോയവരായിരുന്നു. ശത്രുവിൻ വിരിമാറിൽ കുത്തുമ്പോൾ ഇവരാഹ്ലാദിക്കില്ല, കുത്തിങ്ങേറ്റാൽ തത്ര കേഴാറുമില്ല. ശത്രുവിനെ ആക്രമിക്കുന്നതിൽ ആനന്ദം കാണുന്നവരായിരുന്നില്ല, സത്യത്തെ സംസ്ഥാപിക്കുവാൻ വേണ്ടി ഇറങ്ങിയവരായിരുന്നു. അതേ സമയത്ത് സ്വന്തം പരിക്കേൽക്കേണ്ടി വന്നാൽ എല്ലാ നിലയും വിട്ടുകൊണ്ട് ബഹളം വെക്കുന്നവരുമായിരുന്നില്ല. കക്ഷിത്വം വർദ്ധിക്കുമ്പോൾ ശത്രുക്കൾ ഭിന്നിപ്പിന്റെ കുത്തകക്കാരായി മാറി ചിതറിത്തെറിക്കുന്നു. തന്നിഷ്ടം കൊടികുത്തി അവിടെ വാണിയിടുമ്പോൾ മുസ്തഫ നേതൃത്വത്തിൽ ഒത്തിവർ വാണിയിടുന്നു. ഐക്യത്തിൻ പാശം പിടിച്ചുത്തമ സമൂഹമായി ഉത്തരോത്തരമിവർ മുന്നോട്ടു കയറിയിടുന്നു. മഹാന്മാരായ സ്വഹാബികൾ അഭിപ്രായാന്തരങ്ങളെ മുഴുവനും മാറ്റി ലോകത്തെ മുഴുവനും മനുഷ്യത്വത്തിന്റെ ഒരു ഏകത്വത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ട സേവനങ്ങൾ ചെയ്ത മാതൃകായോഗ്യമായ ഒരു സമൂഹ സൃഷ്ടിപ്പാണ് നിർവഹിച്ചിട്ടുള്ളത് എന്നാണ് കവി പറയുന്നത്. ഏതായാലും ആ മഹത്തായ ബദർ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിനു നൽകിയ സംഭാവനകൾ ആത്മാഭിമാനത്തോടെ അള്ളാഹുവിന്റെ മതത്തെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള ഏറ്റവും സുവർണമായ അവസരം നൽകി. എന്നാൽ ഇത്രയും ഘോരമായ ഒരു പോരാട്ടത്തിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി അധ്വാനിച്ചവർ ഉബൈദത്ത് ബിൻ ഹാരിസ്, മിഹ്ജർ, ഉമൈർ ബിൻ അബി വഖാസ്, ആഖിൽ ബിൻ ബുക്കൈർ, സഫ്വാൻ ബിൻ ബൈളാ, ഹാരിസ, ഔഫ് ബിൻ അഫറാ, മുഅവ്വിദ് ബിൻ അഫറാ, ഹാരിസത്ത് ബിൻ സുറാഖ, യസീദ് ബിൻ الحارث, റാഫിഅ് ബിൻ المعلى, ഉമൈർ ബിൻ ഹുമാം, സഅദ് ബിൻ ഖൈസമ, മുബശ്ശിർ ബിൻ അബ്ദുൽ മുൻദിർ റളിയല്ലാഹു അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. ഈ മഹാന്മാരായ 14 പേരാണ് ബദർ രണാങ്കണത്തിൽ ഇസ്ലാമിക സംസ്ഥാപനത്തിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി രക്തസാക്ഷികളായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന മഹത്തായ വഴിയിൽ അല്ലയോ ഹബീബായ നബിയെ, ജീവിതത്തിന്റെ അവസാനം വരെയും ആദർശത്തിനു വേണ്ടി നിലകൊള്ളാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുക മാത്രമല്ല, പ്രായോഗികമായി ഇസ്ലാമിക സംസ്ഥാപനത്തിന്റെ മഹനീയ വഴിയിൽ നിന്ന് അതുല്യമായ സംഭാവനകൾ അർപ്പിച്ച മഹാന്മാർ. ലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ന്യൂനപക്ഷമാകുന്ന നിങ്ങളെ ആയുധമില്ലാതെ, അംഗബലമില്ലാതെ, സാമ്പത്തിക പിന്തുണയില്ലാതെ
ഭൗതികമായ മാനദണ്ഡങ്ങൾ മുഴുവനും പ്രതികൂലമായിരുന്നപ്പോഴും വിജയത്തിന്റെ വാണിയിലേക്ക് സമൂഹത്തെ മുഴുവനും മാടി വിളിച്ച ലോകൈക നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ബദറുൽ കമാലിനെ കൊണ്ട് ബദർ എന്ന് പറയുന്ന രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് അതാ മഹനീയമായ സഹായം നൽകിയില്ലയോ? ആ മഹാന്മാരായ ആളുകൾ ആരാണ്? ബദരീങ്ങളായ ആളുകൾ. അള്ളാഹുവിന്റെ മതത്തിനു വേണ്ടി എല്ലാം പണയം വെച്ചുകൊണ്ട് പടക്കളത്തിലേക്ക് പോയി പോർക്കളത്തിൽ ധീരയോദ്ധാക്കളായി മാറിയ ആളുകൾ. കേവലമായ വിശ്രമത്തിന്റെ വസന്തങ്ങളോട് കൂട്ടുകൂടി നിന്നവരെ പോലെയല്ല. റിഫാഅത്ത് ബിൻ റാഫിഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ജിബ്രീൽ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുന്നു, മാ തഉദ്ദൂന അഹ്ല ബദർ, അല്ലയോ ഹബീബായ നബിയെ, നിങ്ങൾക്കിടയിൽ ബദരീങ്ങളുടെ സ്ഥാനം എന്താണ്? ബദർ രണാങ്കണത്തിൽ പങ്കെടുക്കുകയും വിജയവാണി മുഴക്കുകയും ചെയ്ത് അവമതിക്കപ്പെടുകയും പലായനം ചെയ്യപ്പെടുകയും ചെയ്തൊരു സമുദായത്തെ മുഴുവനും ആത്മാഭിമാനത്തിന്റെ ഗിരിശൃംഗത്തിലേക്ക് മാടി വിളിച്ചുകൊണ്ടുവന്ന പുണ്യാത്മാക്കളായ ബദർ രണാങ്കണത്തിലെ പങ്കാളികളെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കുന്നത് യാ റസൂലല്ലാഹ്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ ഏറ്റവും ഉന്നതന്മാരായ ആളുകളാണ് ബദറിന്റെ രണാങ്കണത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ. ഫസ്റ്റ് ക്ലാസ് മുഅ്മിനീങ്ങളാണ്. ഈമാനികമായി ഉന്നത വിധാനങ്ങളെ കീഴടക്കിയിട്ട് ഉന്നത സ്ഥാനീയരായ ആളുകളാണ് ബദരീങ്ങൾ. അപ്പോഴാണ് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, വകദാലിക മൻ ഷഹിദ ബദറൻ മിനൽ മലായിക, ഓ ഹബീബായ നബിയേ, മലക്കുകളുടെ ഇടയിലും സ്ഥാന വ്യതിയാനങ്ങളും ഉന്നതങ്ങളുമുണ്ട്. സാധാരണക്കാരായ മലക്കുകളുണ്ട്, വ്യത്യസ്തങ്ങളായ ഡ്യൂട്ടികൾ നിർവഹിക്കുന്ന പുണ്യവാന്മാരായ ആളുകളുണ്ട്. എന്നാൽ ബദറിൽ പങ്കെടുത്ത മലക്കുകളുടെ സ്ഥാനം ചെറിയ സ്ഥാനമല്ല, അവരുന്നതന്മാരാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ശുഹദാക്കന്മാരെ കേവലമായി മരിച്ചുപോയവരാണെന്ന് നിങ്ങൾ വിലയിരുത്തരുത്. അവരാരാണെന്നറിയുമോ? അള്ളാഹുവിങ്കൽ ജീവിക്കുന്നവരാണ്. ആധ്യാത്മികതയുടെ ഉന്നതമായ ആരാമങ്ങളിലൂടെ അള്ളാഹുവിനോട് ആത്മാവ് കൊണ്ടെടുത്ത് പടച്ച റബ്ബിന്റെ പ്രീതി സ്വായത്തമാക്കി ഉന്നതങ്ങളെ കീഴടക്കിയിട്ട് രാജകിരീടങ്ങളെ ആത്മീയ ലോകത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരാണ് മഹത്തുക്കളായ ശുഹദാക്കൾ. അവർ മരിച്ചുപോയവരാണെന്ന് വിലയിരുത്തല്ലേ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ ബദരീങ്ങൾക്ക് നൽകിയ സ്ഥാനം എത്ര ഉന്നതമാണ്, അവർക്ക് നൽകിയ പദവി എത്ര പവിത്രമാണ് അറിയുമോ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും വഇദാ ഖീല അൻശുദൂ ഫൻശുദൂ യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹനീയമായ ഒരു പുണ്യ സദസ്സിൽ അനുചരന്മാരോടൊപ്പം ഇരിക്കുമ്പോഴാണ് ബദരീങ്ങളിൽപ്പെട്ട ആളുകളിൽ ചില ആളുകൾ വന്നു. ഇടുങ്ങിയ സ്ഥലത്ത് ഇരിക്കാൻ സ്ഥലമില്ല, പ്രയാസപ്പെട്ടവരാണ്. നിൽക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിച്ചില്ല.
ബദരീങ്ങളായ ആളുകൾ നിൽക്കുകയും മറ്റുള്ളവർ ഇരിക്കുകയും ചെയ്യുന്നത് ഹബീബിനെ ഇഷ്ടപ്പെട്ടില്ല. അവരെല്ലാം എഴുന്നേൽപ്പിച്ചിട്ട് ബദരീങ്ങൾക്ക് വേണ്ടി ഇടമുണ്ടാക്കി കൊടുത്തിരിക്കുമ്പോഴാണ് അതാ പരിശുദ്ധമായ ഖുർആൻ ഇടപെടുകയാണ്. നിങ്ങളുടെ സദസ്സുകളിൽ വിശാലത നൽകാൻ നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേറ്റിട്ട് അവരെ ഇരിക്കാൻ അനുമതി നൽകണമെന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ ആ ബദരീങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തിട്ട് അവർക്കിടം നൽകണേ. കഫാഹും ലഹും നസ്സുൽ കിതാബി വസുന്നതി. അല്ലാഹുവിങ്കൽ അവർക്കുള്ള സ്ഥാനങ്ങളെയും മാനങ്ങളെയും പദവികളെയും പറയാൻ കൂടുതലൊന്നും തെളിവിന്റെ ആവശ്യമില്ല. അതാണ് ബദർ മൗലിദിലൂടെ പറഞ്ഞത്. കഫാഹും ലഹും നസ്സുൽ കിതാബി വസുന്നതി. അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പ്രമാണങ്ങൾ മതി മഹാന്മാരായ ബദരീങ്ങളുടെ സ്ഥാനമറിയാൻ. ഖുർആനിലൂടെ പരിശുദ്ധമായ ഖുർആൻ തന്നെ അവരുടെ ഉന്നതമായ സ്ഥാനത്തെ പറയുമ്പോ ലോകൈക ഗുരുവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളെ എഴുന്നേൽപ്പിച്ചിട്ട് അവർക്ക് സ്ഥാനം നൽകുമ്പോൾ ബദരീങ്ങളായ ആളുകൾ അവർക്ക് നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്തുകൊള്ളൂ എന്നൊരു കൽപ്പന ലഭിച്ച ആളുകളാണ്. ഒരുപാട് അബദ്ധകരമായ സാഹചര്യങ്ങളിൽ പോലും ബദരിയായ സ്വഹാബിക്ക് വിട്ടുവീഴ്ച നൽകിയിട്ടുണ്ട്. അതാ കണ്ടില്ലയോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിജയത്തിലേക്ക് മക്കയിലേക്ക് തിരിച്ചു പോവുകയാണെന്ന വാർത്തയറിഞ്ഞു. അപ്പോഴാണ് ഹാത്തബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ഒരു ലെറ്റർ എഴുതിയിട്ട് ഒരു പെണ്ണിന്റെ കയ്യിൽ സ്വകാര്യമായി കുടുംബക്കാർക്ക് കൊടുത്തുവിട്ടു. മക്കയിലേക്ക് ഞങ്ങളിതാ വരാൻ സമയമായി, ഞങ്ങളങ്ങോട്ട് വരാൻ സമയമായിരിക്കുന്നു എന്ന രഹസ്യ വിവരം മക്കയിലുള്ള ആളുകളിലേക്ക് സ്വകാര്യമായി കൊടുത്തയച്ചു. ആ സ്വകാര്യ വർത്തമാനം കൊടുത്തുവിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളത്തെ വൃത്താന്തവും മറഞ്ഞ കാര്യവും അറിയുന്ന നേതാവാണ്. ആ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു, ഓ അലി ഇബ്നു അബീ ത്വാലിബ്, സുബൈർ ഇബ്നുൽ അവാം, അബൂ മർസദ്, നിങ്ങൾ മൂന്ന് പേരും കൂടി ഖാഹ് എന്ന് പറയുന്ന തോട്ടത്തിലേക്ക് പോകണം. അതുവഴി ഒരു പെണ്ണ് സഞ്ചരിക്കുന്നുണ്ടാകും. അവളുടെ കയ്യിൽ നിന്ന് ലെറ്ററിങ് വാങ്ങിക്കൊണ്ടുവരണേ. ഇശ്ഖ് ലാ മഹദൂദ് ജബ് തക് റഹ്നുമാ ഹോതാ നഹീ, ജിന്ദഗി സേ ജിന്ദഗി കാ ഹഖ് അദാ ഹോതാ നഹീ. സ്നേഹപാനമെന്ന് പറയുന്നത് മുഴുവൻ പ്രാതികൂല്യങ്ങളെയും അതിജയിച്ചുകൊണ്ട് ഹിമാലയങ്ങളെ വകഞ്ഞു മാറ്റിയിട്ട് പ്രതിസന്ധികളുടെ പ്രയാണങ്ങളെയും പ്രളയങ്ങളെയും അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഉൾക്കരുത്തിന്റെ ആത്മായുധമാണ് സ്നേഹം. ഹോഗാ കിസോ ദീവാർ കെ സായേ പടാ മീർ, ക്യാ കാം മഹബ്ബത്ത് സേ ഉസ് ആരാം തലബ് കോ. സ്നേഹപാനത്തിന്റെ വിശുദ്ധ പാനീയത്തിൽ നിന്ന് ഹൃദ്യവാചകങ്ങളെ ഏറ്റെടുത്തവരെ എല്ലാത്തിനെയും വകഞ്ഞു മാറ്റിയിട്ട് വഴിയിൽ മുന്നേറേണ്ടവരാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോയി. അലി റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോയി. സുബൈർ റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. അബൂ മർസദ് എന്നവർ സഹായത്തിനുണ്ട്. അപ്പോഴതാ വഴിയിൽ വെച്ചുകൊണ്ട് ഈ പെണ്ണിനെ പിടികൂടി. ആ പെണ്ണിനോട് പറഞ്ഞു, ആ കത്തിങ് എടുത്തേ പെണ്ണേ,
അപ്പൊ ആ പെണ്ണ് ചോദിച്ചു, ഏത് കത്ത്, എന്ത് കത്ത്, എങ്ങനത്തെ കത്ത്? അപ്പൊ പറഞ്ഞു, അതൊന്നും നീ അധികം പറയണ്ട, ഹാത്തബ് ബിൻ അബീ ബൽതഅ എന്ന കത്തിങ്ങി തരണം. പെണ്ണൊന്ന് വിരളിയെങ്കിലും കത്തുണ്ടെന്ന് സമ്മതിച്ചില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ അധികം കളിച്ചാൽ നിന്റെ തുണി അഴിച്ച് കത്തെടുക്കേണ്ടി വരും, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇങ്ങ് തത്തോ. അലി റളിയല്ലാഹു അൻഹുവിന്റെ വാചകം കേട്ടപ്പോഴേക്ക് കത്തങ്ങെടുത്തു കൊടുത്തു. ഹാത്തബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു മക്കയിലുള്ള കുടുംബക്കാർക്ക് എഴുതിയ കത്താണ്, ഞങ്ങൾ അങ്ങോട്ട് വരാനായി എന്ന വിവരമറിയിക്കുന്ന കത്താണ്. ഈ കത്തുമായി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തെഴുതിയ സ്വഹാബിയെ ഇങ്ങ് വിളിച്ചിട്ട് ചോദിച്ചു, മോനെ മഹാദായ ഹാത്തബ്, എന്താണ് മോനെ ഹാത്തബേ ഈ ചെയ്തത്? ഉടനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വഹാബി പറയുകയാണ്, മാ ഫഅൽതു കുഫ്റൻ വലർത്തിദാദൻ അൻ ദീനി വലാ റിദൻ ബിൽ കുഫ്രി ബഅദൽ ഇസ്ലാം. ഓ ഹബീബായ നബിയേ, ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനോ കാഫിറാകാനോ വിട്ടൊഴിയാനോ ഈ മതത്തിൽ തൃപ്തിയില്ലാഞ്ഞിട്ടോ ചെയ്തതല്ല. എന്റെ കുടുംബക്കാർക്കൊരു മുന്നറിയിപ്പ് നല്ലതാകുമെന്ന് കരുതി മാത്രം ചെയ്തതാണ്. തെറ്റിദ്ധരിക്കല്ലേ നബിയേ. അപ്പോഴാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വന്നിട്ട് പറയുന്നു, ദഅനി യാ റസൂലല്ലാഹ് അദ്രിബു ഉനഖ ഹാദൽ മുനാഫിഖ്. നബിയെ, തങ്ങൾ അധികം വർത്തമാനമൊന്നും പറഞ്ഞു വിഷമിക്കണ്ട, ഇങ്ങ് വിട്ടു തന്നേക്ക് ഈ മുനാഫിഖിന്റെ കഴുത്തു ഞാനങ്ങ് വെട്ടട്ടെ നബിയേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുണ്യപ്രവാചകരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഹാത്തബ് ബിൻ അബീ ബൽതഅ കരയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓ ഉമറേ, ഖദ് ഷഹിദ ബദ്റാ. അങ്ങനെ പറയല്ലേ, ബദറിൽ പങ്കെടുത്ത ആളാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ സമ്മതമുണ്ട്. ഇഅ്മലൂ മാ ശിഅ്തും വജബത് ലക്കുമുൽ ജന്ന. നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോ, നിങ്ങൾ സ്വർഗസ്ഥരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനം നൽകിയ ബദരിയാണ്. അതുകൊണ്ട് ഓ പ്രിയപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ്, ഹാത്തബ് ബിൻ അബീ ബൽതഅക്കെതിരെ ആക്ഷൻ എടുക്കല്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഷയം ഞാൻ ഇവിടെ ഉദ്ധരിച്ചത് ബദരീങ്ങളായ ആളുകളുടെ മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പച്ചപ്പറവകളുടെ ഉള്ളിൽ ആത്മാവുകൾ സന്നിവേശിക്കപ്പെട്ട് സ്വർഗത്തിലൂടെ അവർ കാപാറി കളിക്കുകയാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനമുണ്ട്. ആ മഹാന്മാരായ ആളുകൾ ലോകത്തിന് മുഴുവനും വലിയ കാവലാണ്. തിലാവത്തു അസ്മാഇഹിം വത്തവസ്സുലു ബിഹിം വകിതാബതുഹാ വഹംലുഹാ വതഅലീഖുഹാ ഫിദ്ദൂരി يسبب للحفظ والنصر والفتح والسلامة من كيد الأعداء وظلم الظالمين. മഹാന്മാരായ ബദരീങ്ങളുടെ പേരുകൾ പാരായണം ചെയ്യുകയും അത് തവസ്സുലാക്കിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതെഴുതി വെക്കുകയും എഴുതിയത് വഹിക്കുകയും വീടുകളിൽ അതെഴുതിയത് തൂക്കുകയും ചെയ്താൽ അള്ളാഹുവിൽ നിന്നുള്ള കാവലിന് കാരണമാണ്. അത്രയും വലിയ മഹത്വമുള്ള പേരിന്റെ ഉടമകളാണ് ബദരീങ്ങളായ ആളുകൾ. അതുകൊണ്ടാണ് നമ്മൾ ബദർ മൗലിദിൽ മഹാന്മാരുടെ പേരോതുന്നു. നമ്മുടെ വീടുകളിൽ അവരുടെ പേരുകൾ കണ്ടില്ലേ, നമ്മൾ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇമാമീങ്ങളെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ എഴുതി വെച്ചാൽ പദവിയുണ്ടെന്ന് എഴുതിയിട്ടുള്ളതാണ്, സ്ഥാനമുണ്ട്, സംരക്ഷണമുണ്ട്. കാരണം ജാദൂബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗത്തിനി ഗസ്വതി. അത്രയും വലിയ ഉന്നത സ്ഥാനീയരാണ് ബദരീങ്ങൾ.
ബദറിൽ പങ്കെടുത്ത ആളുകൾ അല്ലെങ്കിൽ ബദറിൽ പങ്കെടുക്കുന്നതിന് പകരം ബദറിനോട് അനുബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡ്യൂട്ടി നൽകിയ ആളുകളും ബദരീങ്ങളിലുള്ളവർ തന്നെയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പടക്കളത്തിൽ വരാത്ത ബദരിയാണ്. കാരണം യുദ്ധത്തിന്റെ മുന്നോടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡ്യൂട്ടി നൽകിയതാണ്. ഹബീബിന്റെ മകൾക്ക് രോഗമാണ്, പരിചരണം നടത്താൻ. ബദരീങ്ങളുടെ പേരിന്റെ കൂട്ടത്തിൽ എണ്ണുന്ന പേരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. കാരണം രണാങ്കണത്തിൽ വന്നില്ലെങ്കിലും അനുബന്ധ സേവനത്തിൽ നിന്ന ആളാണ്. ഒരു ഭാഗത്ത് സ്വർഗസ്ഥരായി ഒരു പറ്റം ആളുകൾ മാറിയപ്പോ മുശ്രിക്കീങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള 14 വലിയ കൊമ്പന്മാരെയാണ് അതാ പിടിച്ചു കുലുക്കി വലിച്ചഴച്ചിട്ടിരിക്കുന്നു. അവസാനം ഒരു പൊട്ടക്കിണറ്റിലേക്ക് അവരെ മുഴുവനും വലിച്ചിട്ടിട്ട് കുഴിച്ചു മൂടി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പതിവുണ്ട്, ഒരു സ്ഥലത്ത് യുദ്ധം കഴിഞ്ഞാൽ അവിടുന്ന് 3 ദിവസം കഴിഞ്ഞേ പോവുകയുള്ളൂ. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ കുഴിച്ചു മൂടിയ പൊട്ടക്കണത്തിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് വിളിച്ചു, യുനാദീഹിം ബിഅസ്മാഇഹിം വഅസ്മാഇ ആബാഇഹിം. അല്ലയോ കൊമ്പന്മാരെ, വാപ്പമാരുടെ പേരടക്കം ചേർത്ത് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടുമുട്ടിയില്ലേ? നിങ്ങളുടെ അവസ്ഥ എന്താണ്? വിശദമായി അതിലേക്ക് തൽക്കാലം ഞാൻ കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ മുശ്രിക്കീങ്ങളെല്ലാം അവിടെ ഒതുക്കിയിട്ട് മദീനയിലേക്ക് പോവുകയാണ്. മദീനയിലേക്ക് അതാ യുദ്ധത്തിന്റെ ആഹ്ലാദഘോഷമാണ് മദീനയിൽ. മദീനയിൽ ആകമാനം അനുരാഗത്തിന്റെ രാഗമാലികകളാണ്. There is nothing but love wherever you see. Love pervades from the sky to the sea. സ്നേഹമാണിവിടെയെല്ലാം. മാനത്ത് നിന്ന് ഭൂമിയോട് മുട്ടുന്നതാ സ്നേഹപാനമാണ്. ഇഷ്ഖ് ഹി ഇഷ്ഖ് ഹേ ജഹാ ദേഖോ സാരെ ആലം പർ രഹാ ഹേ ഇഷ്ഖ്. എവിടെയും സ്നേഹമാണ്, സ്നേഹത്തിന്റെ ലോകമാണ്. അപ്പൊ മഹാന്മാരായ സ്വഹാബികൾ മുഴുവനും ആഹ്ലാദഘോഷവുമായി മദീനയിലൂടെ പോവുകയാണ്. യാ മഅ്ശറൽ അൻസാർ. അബ്ദുല്ലാഹി എന്ന സ്വഹാബി വിളിച്ചു പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു റവാഹ യുനാദി അലാ റാഹിലതിഹി യാ മഅ്ശറൽ അൻസാർ. ഓ അൻസാറുകളെ, അബ്ശിറൂ ബിസലാമത്തി റസൂലില്ലാഹ് വഖത്ലിൽ മുശ്രികീന വഅസ്രിഹിം. ഖുത്ല ബിനാ റബീഅ വബിനൽ ഹജ്ജാജ് അബൂ ജഹൽ ജംഅത്ത് ബിനുൽ അസ്വദ് ഉമയ്യത്ത് ബിൻ ഖലഫ് വൗസിറ സുഹൈൽ ബിൻ അംർ. ഖാല ആസിം ബിൻ അദി ഫഖുംതു ഇലൈഹി ഫനഹൗതുഹു. അതാ വിളിച്ചു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയിച്ചു, സ്വഹാബികൾ വിജയിച്ചു, എതിരാളികൾ കൊല്ലപ്പെട്ടു, എതിരാളികൾ പിടിക്കപ്പെട്ടു. അവരുടെ കൊമ്പന്മാരെ മുഴുവൻ റബീഅയുടെ 2 മക്കളും വധിക്കപ്പെട്ടു. ഹജ്ജാജിന്റെ മക്കൾ കൊല്ലപ്പെട്ടു, അബൂജഹൽ കൊല്ലപ്പെട്ടു, സംഅയും കൊല്ലപ്പെട്ടു, ഉമയ്യത്ത് ബിൻ ഖലഫും കൊല്ലപ്പെട്ടു. അവരുടെ വലിയ പ്രമാണിയായ സുഹൈൽ ബിൻ അംർ നമ്മുടെ പിടിയിലായി. അപ്പോഴാണ് അത്ഭുതം വരികയാണ്. 300 ചില്ലാൻ ആളുകൾ പോയിട്ട് ഇത്രയും വലിയ സംഘത്തെ തോപ്പിച്ചെന്നോ? അവരുടെ നേതാവിന്റെ പേരാണല്ലോ അബൂജഹല്. അവരെയൊക്കെ ഒതുക്കി റെഡിയാക്കിയെന്നോ? അപ്പോൾ ആസിം ബിൻ അദി പറയുകയാണ്, ഫഖുംതു ഇലൈഹി ഫനഹൗതുഹു. ഞാൻ അങ്ങോട്ടൊന്ന് ചാഞ്ഞു കേട്ടിട്ട് ചോദിക്കുകയാണ്, അഹഖം മാ തഖൂലു ഇബ്നു റവാഹ. ഓ റവാഹയുടെ മോനായ അബ്ദുള്ള പറയുന്നത് ശരിയാണോ? വല്ലാഹി വഗദൻ യഖദമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ അസ്റാ മുഖർറനീൻ. നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബന്ദികളെയൊക്കെ തൊളിച്ചിങ്ങോട്ട് വരുന്നതാണ്.
ഇത് കിട്ടിയ പാട് അൻസാരി കുട്ടികൾ വീട് വീടാന്തരം കയറി തക്ബീർ മുഴക്കാൻ തുടങ്ങി, വിജയം പറയാൻ തുടങ്ങി. അൻസാരി കുട്ടികൾ വീട് വീടാന്തരം കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രശ്നമില്ല, ഹബീബ് വിജയിച്ചിരിക്കുന്നു, എതിരാളികൾ പിടിയിലായിരിക്കുന്നു, കൊമ്പന്മാരമർന്നിരിക്കുന്നു എന്ന വലിയ മുദ്രാവാക്യം മുഴങ്ങുകയാണ്. മദീനെ ആഘോഷിക്കുകയാണ്. തക്ബീർ ജാഥ നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോൾ നേരത്തെ ചൊല്ലിയതുപോലെ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. റമളാൻ 22 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയശ്രീലാളിതരായി മദീനയിലേക്ക് കടന്നു വരുമ്പോൾ കുട്ടികൾ വരാൻ തുടങ്ങി. ദഫ്ഫുകൾ എടുത്തുകൊണ്ട് അവർ വരാൻ തുടങ്ങി. എന്നിട്ട് പാടി ബദായൗമു ബദ്രിൻ വഹുവ കൽബദ്രി ഹൗലഹു കവാകീബു ഫീ ഉഫുഖിൽ മവാകീബി തൻജലി. ബദറിന്റെ അവസ്ഥ എന്താണെന്നറിയുമോ? ബദറുൽ മുനീറായ നബിതങ്ങളുടെ ചുറ്റും നക്ഷത്ര സമാനരായ സ്വഹാബാക്കള് വിജയം കൊണ്ട് വെട്ടിത്തിളങ്ങിയ രാത്രിയാണ്, ദിനമാണ്, വിജയഗാഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ത്വാലഅൽ ബദ്റു ചൊല്ലിയിട്ട് മദീനയിലേക്ക് അരിമ സന്താനങ്ങൾ ദഫ്മുട്ടി സ്വാഗതം ചെയ്യുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയശ്രീലാളിതരായി വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയശ്രീലാളിതരായി മദീനയിലേക്ക് എത്തി. മാനവികതയുടെ മനതലത്തിലേക്ക് കൊണ്ടുവരുന്ന പുതിയൊരു സമൂഹത്തിന്റെ കൃത്യമായ വിചാരങ്ങളെ നിർണയിക്കുകയാണ് അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധാനന്തര സ്വത്ത് അനുവദിക്കപ്പെട്ട സമുദായത്തിന്റെ നേതാവ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യുദ്ധാനന്തര സ്വത്തിനു വേണ്ടി സാധാരണഗതിയിൽ സ്വഹാബികൾ അവകാശം പറയേണ്ടതാണ്. ഏത് യോദ്ധാവാണോ എതിരാളിയെ കൊന്നത് അയാളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടത് മുഴുവനും യോദ്ധാവിനാണ്. അങ്ങനെയുള്ള നിയമങ്ങൾ പാസാക്കുമ്പോഴും ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യസ്അലൂനക അനിൽ അൻഫാൽ ഖുലിൽ അൻഫാലു ലില്ലാഹി വർ-റസൂൽ. ആർക്കാണ് അനന്തര സ്വത്ത് അഥവാ യുദ്ധാനന്തര സ്വത്ത് ആർക്കാണെന്ന് ചോദിക്കുമ്പോ അതിന്റെ കൃത്യമായ അവകാശം അല്ലാഹുവിനും റസൂലിനുമാണ്. അവിടുന്ന് നിർണയിക്കുന്നവർക്ക് നിർണിത വിഹിതമാണ് ലഭിക്കുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു യോദ്ധാവ് എന്ന് പറയാണ്, ഇന്നയാളെ ഞാനാണ് കൊന്നത് നബി, അയാളുടെ കുപ്പായം തുണിയും വാളും എല്ലാം എനിക്കുള്ളതല്ലേ, നിനക്കുള്ളതുമല്ല മറ്റൊരാൾക്കുള്ളതുമല്ല, അങ്ങോട്ടൊന്നിട്ടേ. സ്വഹാബത്തിന് സങ്കോചമില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യസ്അലൂനക അനിൽ അൻഫാൽ, എന്നിട്ട് അതേ വാള് തന്നെ എടുത്തിട്ട് സ്വഹാബിക്ക് കൊടുക്കുകയാണ്. അതേ അങ്കി തന്നെ എടുത്തുകൊണ്ട് സ്വഹാബിക്ക് കൊടുക്കുകയാണ്. ഇതിന്റെ ഒരുപാട് ചിത്രങ്ങൾ ഉദാഹരണ സഹിതമുണ്ട്. പക്ഷേ കടക്കുവാൻ സമയമില്ല. ഇമാം ഇബ്നു ഹിശാം തങ്ങളും സീറത്തുൽ ഹലബിയിലും അതുപോലെ സുബുൽ ഹുദയിലുമെല്ലാം നിരവധി ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അവർക്ക് അവകാശങ്ങൾ വകവെച്ചു കൊടുത്തു. പിന്നീട് അവിടെ ഉയരുന്ന വലിയൊരു പ്രശ്നമാണ്, യുദ്ധത്തിൽ നിന്ന് പിടിക്കപ്പെട്ട ആളുകളെ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലോചിക്കുകയാണ്. കുറെ ആളുകൾ ഓടി രക്ഷപ്പെട്ടു, കുറെ ആളുകൾ വധിക്കപ്പെട്ടു. ബന്ദികളായി പിടിക്കപ്പെട്ടവരെ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖദ് വഅദതുൽ അൻസാർ വയഖ്തുലൂ. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയാണ്.
അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ പിടിയിലമർന്നിരിക്കുന്ന ബന്ദിയാണ്. ബദർ യുദ്ധത്തിൽ എതിർചേരിയിലുണ്ടായിരുന്ന ആളാണ്. قد وعدته الأنصار أن يقتلوه فبلغ ذلك النبي صلى الله عليه وسلم فقال رسول الله صلى الله عليه وسلم لم أنم الليلة من أجل أمي العباس وقد زعمت الأنصار أنهم قاتلوه. ഞാൻ ഉറങ്ങിയിട്ടില്ല, രാത്രി എനിക്ക് ഉറക്കം വരുന്നില്ല. കാരണം അൻസാറുകൾ പറഞ്ഞിരിക്കുന്നത് എന്റെ മൂത്താപ്പാനെ കൊല്ലാനാണ്, മൂത്താപ്പാനെ കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഫാതീഹിം, ഞാൻ അങ്ങോട്ട് പോകട്ടെ ഓ നബിയേ? فأتى عمر الأنصار فقال لهم أرسلوا العباس, നിങ്ങൾ അബ്ബാസ് എന്നവരെ അങ്ങ് വിട്ടയച്ചേക്കൂ. فقالوا لا والله لا نرسله, ഞങ്ങൾ അബ്ബാസ് എന്നവരെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല, ഞങ്ങൾ രണ്ടാലൊന്ന് തീരുമാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നബി ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കുന്നതിനെ തൃപ്തിപ്പെട്ടാൽ നിങ്ങൾ എന്ത് പറയുന്നു? സ്വഹാബികൾക്ക് രണ്ടാമതൊരഭിപ്രായമില്ല. ജാൻ ദേ ദോ വഅദേ ദീദാർ പർ ലുത്ഫുൻ കാ ആം ഹോ ഹി ജായേഗാ ഇബ്തിദാए इश्क है रोता है क्या आगे आगे देखे होता है वो क्या. അനുരാഗത്തിന്റെയും സ്നേഹത്തിന്റെയും കടപ്പാടുകളെ ഹബീബിൽ നിന്ന് വാർത്തയറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഫഖുദുഹു, അബ്ബാസ് എന്നവരെ കൊണ്ടുപോയിക്കോളൂ. ഫഖദഹു ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഫലമ്മാ സ്വാറ ഫീ യദിഹി ഖാല ലഹു യാ അബ്ബാസ്, ഓ അബ്ബാസേ, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം. എന്റെ പ്രിയപ്പെട്ട പിതാവായ ഖത്താബ് എന്നവർ, എന്റെ പ്രിയപ്പെട്ട പിതാവാകുന്ന ഖത്താബ് എന്നവർ ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാളും എനിക്കിഷ്ടം ഓ അബ്ബാസ് എന്ന ഹബീബിന്റെ മൂത്താപ്പ തങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതാണ്. കാരണം എന്റെ ഹബീബിന് യുഅ്ജിബുഹു ഇസ്ലാമുക, നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നാൽ എന്റെ ഹബീബിന് എന്തൊരിഷ്ടമാണ്, അവിടുത്തെയുടെ ആത്മാവിന്റെ സന്തോഷമാണ്. ആ വിഷയത്തിലേക്ക് തുടർന്നു ഞാൻ വരാം. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൽക്കാലം ഹബീബിന്റെ ജാമ്യത്തിലിറക്കി. പിന്നീട് ഒരാലോചനാ യോഗം വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ബന്ദികളായ ആളുകളെ എന്തു ചെയ്യണമെന്നുള്ള ചർച്ചയാണ്. ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അഹ്ലുക വഖൗമുക ഖദ് അതാക അല്ലാഹു അൽ-ലഫറ വനസറക അലൈഹിം ഹൗലാഇ ബനുൽ അമ്മി വൽ അശീറതി വൽ ഇഖ്വാൻ. ഓ ഹബീബായ നബിയെ, അവര് നമ്മുടെ കുടുംബക്കാരല്ലേ, നമ്മുടെ നാട്ടുകാരല്ലേ, അബദ്ധ വിചാരത്തിൽ വന്നുപോയതല്ലേ, അവരിൽ നിന്ന് മോചനദ്രവ്യം വാങ്ങിയിട്ട് അവരെ ഒഴിവാക്കാൻ നബിയേ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് ചോദിച്ചു, ഉമർ ബിൻ ഖത്താബ്, മാ തഖൂലു യാ ഇബ്നുൽ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് തങ്ങളെ, തങ്ങൾ എന്താണ് അഭിപ്രായം പറയുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഖാല യാ റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയേ, ഖദ് കദ്ദബൂക വഅഖ്റജൂക വഖാതലൂക മാ റഅ അബൂബക്കർ വലാകിൻ അറാ അൻ തമക്കൽനി മിൻ ഫുലാൻ. ഓ ഹബീബായ നബിയെ, പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല.
നമ്മളെ ആക്രമിച്ചവരാണ്, നാടുകടത്തിയവരാണ്, കൊല്ലാൻ വന്നവരാണ്. ഇവിടെ ആലോചിക്കാനും നേരമില്ല. ഓരോരുത്തരെ ഇങ്ങോട്ട് പിടിച്ചതാ, ഞങ്ങളൊന്ന് ശരിയാക്കട്ടെ. ഒരാളെ ഇങ്ങതാ നബിയെ, ഞാനങ്ങ് ശരിയാക്കാം. ഉഖൈലിനെ ഇങ്ങ് കൊടുക്ക് നബിയെ, അലിയാര് തങ്ങൾ നോക്കിക്കോളും. ഹംസ എന്നവർക്ക് ഏൽപ്പിച്ചു കൊടുക്ക് നബിയെ, സഹോദരനെ അതവിടെ കൈകാര്യം ചെയ്തുകൊള്ളും. ഓരോരുത്തരങ്ങ് നോക്കട്ടെ. ഹൗലാഇ സ്വനാദീദ് ഖുറൈശിൻ, ഖുറൈശികളുടെ വലിയ നേതാക്കന്മാരല്ലേ, അവരെല്ലാം ഞങ്ങളൊന്ന് കൈകാര്യം ചെയ്യട്ടെ നബിയെ, ഓരോരുത്തരെ ഒന്ന് വിട്ടുതരണേ. ഇത് വിട്ടുവീഴ്ചയ്ക്കുള്ള സമയമൊന്നുമല്ല. അപ്പോൾ മൂന്നാമതൊരു സ്വഹാബിയോടുള്ള ആലോചനയാണ്. അബ്ദുല്ലാഹിബിൻ റവാഹ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, എന്താ അബ്ദുല്ലാ നിങ്ങളുടെ അഭിപ്രായം? യാ റസൂലല്ലാഹ് അൻദുറു വാദിയൻ കസീറൽ ഹത്തബി ഫാളിരിമുഹു അലൈഹിം നാറാ. അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ റവാഹ തങ്ങൾ പറയാണ്, നല്ല വിറകുള്ള താഴ്വരയാണ്, എല്ലാത്തിനെയും കൂടെ അങ്ങോട്ട് പിടിച്ചിട്ടങ്ങ് കത്തിച്ച് കളഞ്ഞേക്കാം, ഓരോരുത്തരായി നോക്കാനും കൈകാര്യം ചെയ്യാനും ഒന്നും നിൽക്കണ്ട. അപ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് മുഴുവനും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ പറയുന്നു, ഖത്തഅത റഹിമക, കുടുംബബന്ധം മുറിക്കുന്ന ആലോചനയാണോ നിങ്ങൾ പറയുന്നത്? അതാ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായവും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അഭിപ്രായവും അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായവും, എല്ലാ അഭിപ്രായങ്ങളും കേട്ട നേതാവ്, എത്ര വലിയ തന്ത്രജ്ഞനായ ഒരു നേതാവാണ് ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അകത്തേക്കങ്ങ് കടന്നു. സ്വഹാബികൾ മൂന്ന് വിചാരത്തിലായി. സിദ്ദീഖ് തങ്ങളുടെ അഭിപ്രായം നബി തങ്ങൾ സ്വീകരിക്കുമായിരിക്കും ഒരു സംഘം. വേറൊരു സംഘം പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബിന്റേതായിരിക്കും നബി തങ്ങൾ സ്വീകരിക്കുക. വേറൊരു സംഘം വിചാരിച്ചു അബ്ദുല്ലാഹിബ്നു റവാഹയുടേതായിരിക്കും സ്വീകരിക്കുക. അപ്പൊ സ്വഹാബത്തെല്ലാം അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളായി. അവരെല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ്, ഫൈനൽ പ്രഖ്യാപനം എന്താണ് വരാൻ പോകുന്നത്. ലോകത്തിന് മുഴുവനും നയം പഠിപ്പിച്ചു കൊടുത്ത ലോകത്തിന്റെ നേതാവ് പുറത്തിറങ്ങിയിട്ട് ഒരു പ്രഖ്യാപനവും നടത്തുകയല്ല, ഒരു വിശദീകരണം നടത്തുകയാണ്. ഇന്നല്ലാഹ തആല ലയുനയ്യിനു ഖുലൂബ അഖ്വാമിൻ ഫീഹി ഹത്താ തകൂന അല്യന മിനൽ ലബൻ. ചില ആളുകളുടെ കൽബിനെ അല്ലാഹു തആല പാലിനേക്കാൾ നേർമയാക്കി കൊടുക്കും. ചില ആളുകളുടെ കൽബിനെ അല്ലാഹു തആല ഹത്താ തകൂന അശദ്ദ മിനൽ ഹിജാറ, കല്ലിനേക്കാൾ കട്ടിയാക്കി കൊടുക്കും. ചില ആളുകൾ കല്ലുപോലെ കഠിനമായ നിലപാടായിരിക്കും, ചില ആളുകൾ പാലുപോലെ ലളിതമായ സമീപനമായിരിക്കും. مثلك يا أبا بكر من الملائكة മീകാഈൽ. ഓ അബൂബക്കർ സിദ്ദീഖേ, മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളോട് ഉദാഹരിക്കാൻ പറ്റുന്നത് മീകായിൽ അലൈഹിസ്സലാമിനെയാണ്. യൻസിലു ബിർറഹ്മാ, കാരുണ്യവും കൊണ്ട് അവതരിക്കുന്ന ആളാണല്ലോ മീകായിൽ. അമ്പിയാക്കന്മാരിൽ നിന്ന് നിങ്ങളുടെ ഉദാഹരണം ഇബ്രാഹിം നബിയാണ്. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നീ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചവനെ എന്നെ പിൻപറ്റിയവർ അവരെന്റെ കൂടെയുള്ളവരാണ്. വമൻ അസ്വാനി ഫഇന്നക ഗഫൂറുർ റഹീം. നീ വിട്ട് എന്നോട് എതിരു കാണിച്ചവർ നീ പുറത്തു കൊടുക്കാൻ പറ്റുന്നവനാണല്ലോ പടച്ചവനെ. ഓ അബൂബക്കറെ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളെ ഈസ ഇബ്നു മറിയമിനെ പോലെയാണ്. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക. പടച്ചവനെ, നീ അവരെ ശിക്ഷിച്ചാൽ അവര് നിന്റെ അടിമകളാണ്, നിനക്ക് അധികാരമുണ്ട്. വഇൻ തഗ്ഫിർ ലഹും, നീ അവർക്ക് വിട്ടുവീഴ്ച ചെയ്താൽ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. പ്രതാപമുള്ളവനും സൃഷ്ടിപ്പിൽ മുഴുവനും തന്ത്രത്തെ നിറച്ചവനുമായ അല്ലാഹുവേ, നീയാണ് പരമാധികാരി, നിനക്കെന്തും ചെയ്യാൻ അവകാശമുണ്ട്, അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാനും നിനക്ക് കഴിയുമല്ലോ റബ്ബേ. ആ അമ്പിയാക്കളുടെ ഗുണമാണ് സിദ്ദീഖുൽ അക്ബറേ നിങ്ങൾക്കുള്ളത്. ഓ ഉമർ ഇബ്നുൽ ഖത്താബേ,
നിങ്ങളെ ഞാൻ ഉദാഹരിക്കട്ടെ, നിങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലെയാണ്. യൻസിലു ബിശ്ശിദ്ദ, ശക്തമായ നിലപാടുകളുമായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാമിനെ പോലെയാണ്. റബ്ബിലാ തദൽ അർളി മിനല്ലാഹ് റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. പടച്ചോനെ, ഒരൊറ്റ സത്യനിഷേധിയും ഈ ഭൂമിയിൽ വെച്ചേക്കല്ലേ അല്ലാ എന്ന് പറഞ്ഞ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമീപനമാണ്. ഓ ഉമർ ബിൻ ഖത്താബേ, നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനെ പോലെയാണ്. റബ്ബന തുമിസ് അലാ അംവാലിഹിം വസ്ദുദ് അലാ ഖുലൂബിഹിം ഫലാ യുമിനൂ ഹത്താ യറവുൽ അദാബൽ അലീം. പടച്ചവനെ, അവരുടെ സമ്പത്ത് തൊലക്കണേ അല്ല, അവരുടെ കൽബും തൊലക്കണേ അല്ല. നിന്റെ അദാബ് കിട്ടാതെ അവര് പഠിക്കൂല പടച്ചവനെ, അതുകൊണ്ട് നീ കൈകാര്യം ചെയ്യണേ എന്ന് പറഞ്ഞ മൂസാ നബിയുടെ സമീപനക്കാരനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനത്തിലേക്ക് വരുന്നത് മോചനദ്രവ്യം സ്വീകരിച്ച് വിടാവുന്നവരെ അങ്ങനെയും കഠിനമായി തന്നെ ശിക്ഷ നടപ്പിലാക്കേണ്ടവരെ അങ്ങനെയും മുസ്ലിം സമൂഹത്തിന്റെ മസ്ലഹത്ത് എന്താണോ അതാണ് അവിടെ നടപ്പിലാക്കിയ നേതാവ്. എല്ലാവരുടെയും അഭിപ്രായം സ്വീകരിച്ചു, എല്ലാവരുടെയും അഭിപ്രായത്തിന്റെ പോസിറ്റീവ് ലെവല് പറഞ്ഞു കൊടുത്തു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ലീഡർ. ഓ സിദ്ദീഖുൽ അക്ബറേ, നിങ്ങളുടെ നിലപാട് നല്ലതാണ്, മുൻഗാമികളായ അമ്പിയാക്കന്മാരെടുത്ത നിലപാടാണ്. ഓ ഉമർ ബിൻ ഖത്താബേ, നിങ്ങളുടെ നിലപാടും നല്ലത് തന്നെയാണ്. അമ്പിയാക്കന്മാരൊക്കെ അങ്ങനെ നിലപാടെടുത്തിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. എന്നിട്ട് സ്വന്തമായ തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലഭിച്ച തീരുമാനമെന്ന് പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഇതിന്റെ ഇടയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ന്യായീകരിക്കുന്ന സംഭവങ്ങൾ രണ്ടും ഉണ്ടായിട്ടുണ്ട്. ഒരു ഭാഗത്തെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് കഠിനമായ സമീപനം സ്വീകരിക്കാൻ ഉദ്ദേശിച്ച അൻസ്വാറുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടിലേക്ക് വരേണ്ടവരായിരുന്നു. വേറൊരു ഭാഗത്ത് മോചനദ്രവ്യം വാങ്ങിയിട്ട് കുറെ ആളുകളെ അങ്ങ് വിട്ടയച്ചു. അവർ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സമീപനം സ്വീകരിക്കേണ്ടവരായിരുന്നു. അതാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിറ്റേന്ന് രാവിലെയായി ഫലമ്മാ കാന മിനൽ ഗദി ഗദാ ഉമർ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ വഹുമാ യബ്കിയാൻ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പിറ്റേന്ന് രാവിലെ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും രണ്ടാളും കൂടി ഇരുന്ന് കരയുകയാണ്. അപ്പോൾ ചോദിച്ചു, മായുബിക്കിക്കുമാ, എന്തിനാ നിങ്ങൾ രണ്ടാളും കരയുന്നത്? ഫൈൻ വജത്തു ബുകാഅൻ ബകൈതു, കരച്ചിൽ വന്നാ ഞാനും കരഞ്ഞോളാം. വഇല്ലാ തബകൈതു ലിബുകായിക്കുമാ, വിഷയം പറഞ്ഞാൽ എന്നെ സ്വാധീനിക്കുന്ന വിഷയമാണെങ്കിൽ ചിലപ്പോ ഞാൻ അങ്ങ് കരഞ്ഞേക്കും. അങ്ങനെ വിഷയം എനിക്ക് ബോധ്യപ്പെട്ടില്ല, ഞാൻ കരഞ്ഞില്ലെങ്കിലോ നിങ്ങൾ രണ്ടാളും കരയുന്നതിന്റെ പേരിൽ ഞാൻ കരയാൻ ശ്രമിക്കും. അതുകൊണ്ട് വിഷയം എന്നോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, കുറെ അൻസ്വാരികൾ മോചനദ്രവ്യം വാങ്ങിയിട്ട് ആളെ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ശത്രുക്കളെയും അങ്ങ് വിട്ടാൽ നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും ഭീഷണിയാണ്. അതുകൊണ്ട് മോചനദ്രവ്യം വാങ്ങി ആളെ വിട്ടതിന്റെ പേരിൽ അദാബ് ഇറങ്ങിപ്പോയാൽ ഓ ഉമർ ബിനുൽ ഖത്താബേ, വലൗ നസലൽ അദാബു മാ അഫലത് മിൻഹു ഇല്ല ബിനുൽ ഖത്താബ്. ഓ ഉമർ ബിനുൽ ഖത്താബേ, നിങ്ങളുടെ നിലപാട് ചില സമയങ്ങളിൽ സ്വീകരിക്കേണ്ടതാണ്. അങ്ങനത്തെ നിലപാടില്ലാത്ത ചില ആളുകൾ അതാ മോചനദ്രവ്യം വാങ്ങിയിട്ട് വലിയ ആളുകളെ അങ്ങ് വിട്ടുകളഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ എണ്ണമായാൽ അത് ഭീഷണിയാകുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നിലപാടിനെയും അള്ളാഹു സമ്മതിച്ചിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ നിങ്ങളുടെ റഹ്മത്തിനെയും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. മാ കാന ലിനബിയ്യിൻ അൻ തകൂന ലഹു അസ്റാ ഹത്താ യുസ്ഖിന ഫിൽ അർളി തുരീദൂന
തുരീദൂന അർളദ് ദുനിയാ വല്ലാഹു യുരീദുൽ ആഖിറ വല്ലാഹു അസീസുൻ ഹകീം. അങ്ങനെ അമ്പിയാക്കന്മാർക്ക് ബന്ദികൾ ബാക്കിയായാൽ ശരിയാവുകയില്ല. അധികാരവും നിയന്ത്രണവും പൂർണ്ണമായും കയ്യിൽ കിട്ടുന്നത് വരെ തീർത്തും മൃദുലമായ സമീപനം സ്വീകരിച്ചാൽ എതിരാളികൾ സംഘടിക്കാനും വീണ്ടും വിപത്തുണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടങ്ങനെ വിട്ടേക്കരുതേ എന്നാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയത്തിറങ്ങിയതെങ്കിൽ ഒരു ഭാഗത്ത് മദീനയിൽ ആഹ്ലാദഘോഷമാണ്, മറുഭാഗത്ത് മക്കയിൽ ദീനരോധനങ്ങളാണ്. മക്കയിലെ പെണ്ണുങ്ങളെല്ലാം കുതിരയെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഭർത്താക്കന്മാര് യുദ്ധത്തിന് പോയ കുറെ കുതിരയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ആ കുതിരയൊക്കെ ഒരുക്കി അതിന്റെ പുറത്ത് തുണിയൊക്കെ ഇട്ട് കരയാൻ തുടങ്ങി. അപ്പൊ അവിടുത്തെ കൊമ്പന്മാരായ ആളുകൾ പറഞ്ഞു, പെണ്ണുങ്ങളെ ദയവേത് ഇങ്ങനെയൊന്നും കരയല്ലേ, ആകപ്പാടെ തോറ്റു, ഇനി നാണക്കേടും കൂടി ഉണ്ടാക്കരുത്, കരയുന്നെങ്കിൽ അകത്ത് പോയിരുന്ന് നിലവിളിച്ചോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇബ്നു ഇസ്ഹാഖ് തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, അന്നബി റാഫിഇൻ മൗലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ബഹുമാനപ്പെട്ട അബൂ റാഫി റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു ഗുലാമൻ ലിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ അടിമയായിരുന്നു ഞാൻ. വകാനൽ ഇസ്ലാമു ഖദ് ദഖലനാ അഹ്ലൽ ബൈത്ത്, അതാ ഇസ്ലാം ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. വഅസ്ലമൽ അബ്ബാസു വഅസ്ലമത്തു ഉമ്മുൽ ഫളൽ, അബ്ബാസ് എന്നവരും ഉമ്മുൽ ഫളൽ എന്ന ഭാര്യയും ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ ജനങ്ങളുടെ ഇടയിൽ തുറന്നു പറഞ്ഞില്ല ഇസ്ലാം സ്വീകരിച്ച വിഷയം. യഹാബു ഖൗമഹു വയക്റഹു ഖിലാഫഹും, ജനങ്ങൾ എന്തെങ്കിലും ബഹളമുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് പരസ്യ പ്രഖ്യാപനം നടത്തിയില്ല. ഇസ്ലാം അവിടെ മറച്ചുവെച്ചതാണ്. ബഹുമാനപ്പെട്ടവർ നല്ല സമ്പത്തുള്ള ആളാണ്. ബദറിൽ പോയി വരുന്നവരുടെ കയ്യിലും കുറെ സമ്പത്തൊക്കെയുണ്ട്. ഏതായാലും ബദരീങ്ങൾ വിജയം കൊയ്തുകൊണ്ട് മുശ്രിക്കീങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു. ഞാനിങ്ങനെ കഅബാലയത്തിന്റെ തണലിൽ ഇരിക്കുകയാണ്, പാത്രങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഹുജറത്ത് സംസം, സംസം കൊടുക്കുന്ന റൂമിൽ നിന്നുകൊണ്ട് പിഞ്ഞാണമൊക്കെ റെഡിയാക്കി വെള്ളമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പാത്രങ്ങളൊക്കെ റെഡിയാക്കാൻ എന്റെ കൂടെ ഉമ്മുൽ ഫളലുമുണ്ട്. അപ്പോഴാണ് വർത്തമാനങ്ങൾ ബദറിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്. അഖ്ബല അബൂ ലഹബിൻ യജുറു റിജ്ലൈഹി ബിശർരിൻ, അയാളിങ്ങനെ നാശകാരിയായ അബൂലഹബുണ്ട് കാലൊക്കെ വലിച്ചഴിച്ചു വരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ റൂമിന്റെ അടുക്കൽ വന്ന് ചാരിയിരുന്നു. അയാൾ ചാരിയിരിക്കുന്നത് എന്റെ പുറത്തിനു നേരെയാണ്. ഫബൈനമാ ഹുവ ജാലിസുൻ ഇദ് ഖാല الناس ഹാദാ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഖദ് ഖദിമ ഫഖാല അബൂ ലഹബ് ഹലുമ്മ ഇലയ്യ യാ ഇബ്ന അഖീ ഫഇൻദക ഉംദി അൽ ഖബർ ഫജലസ ഇലൈഹി വന്നാസു ഖിയാമുൻ അലൈഹി. ഓ അബൂ സുഫിയാനെ, ഇങ്ങ് വന്നേ, എന്തൊക്കെയുണ്ട് വർത്തമാനം, എന്തൊക്കെയാണ് വിഷയങ്ങൾ, ബദറിലെ കഥ എന്താണ് എല്ലാം ചോദിച്ചപ്പോൾ പറഞ്ഞു, വല്ലാഹി ഇല്ലാ അൽഖീനൽ ഖൗമ ഫമനഹ്നാഹും മക്താഫനാ യഖ്തുലൂനനാ കൈഫ ശാഉ വയസിറൂനനാ കൈഫ ശാഉ വഅയ്മുല്ലാഹി മാ ദാലിക മാലും തുന്നാസാ. എല്ലാത്തിനെയും അടിച്ചു തൂത്തുവാരി കുറെ എണ്ണത്തിനെ കൊന്നു, കുറെ എണ്ണത്തിനെ പിടിച്ചോണ്ട് പോയി, കുറെ ചണ്ടികൾ ഇങ്ങോട്ടും കിട്ടി. ഇതാ ഇപ്പൊ ആകെ ഈ ബദർ യുദ്ധത്തിൽ ഉണ്ടായത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ആളുകളെ ആക്ഷേപിക്കാൻ പറ്റുന്നില്ല. പടച്ചോനെ തന്നെ സത്യം, പൊന്നാര അബൂജഹലെ, നമ്മുടെ സൈന്യത്തെ കുറ്റം പറയാൻ പറ്റില്ല. ലഖീനാ റിജാലൻ ബീലൻ അലാ ഖൈലിൻ ബുൽഖിൻ ബൈന السماء والارض والله ما تليق شيئا ولا يقوم لها شيء. നമ്മുടെ പട്ടാളക്കാരൊക്കെ അത്യാവശ്യമൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ആകാശത്തുണ്ട് കുറെ സൈന്യം, നല്ല വെള്ള പട്ടാളക്കാരിറങ്ങി നമ്മുടെ പിള്ളേരുടെയൊക്കെ കഴുത്ത് വെട്ടുകയാണ്, അടിച്ച് ഫതഹാക്കുകയാണ്. ഖാല അബൂ റാഫിൻ, അപ്പൊ ഇസ്ലാമിൽ ഉള്ളിലുള്ള അബൂ റാഫിന്റെ ഉള്ളിങ്ങനെ തിളക്കുകയാണ്. അബൂജഹലിന്റെ അടുക്കലാണല്ലോ ഇത് അവതരിപ്പിക്കുന്നത്, ആകാശത്തൊരു സൈന്യമുണ്ടായിരുന്നു എന്ന്. ഫറഫഅതു തുനുബൽ ഹുജ്റതി ബിയദി, ഞാൻ മെല്ലെ ഈ അബൂലഹബ് ചാരിയിരിക്കുന്നതിന്റെ കർട്ടൻ അങ്ങ് പൊക്കിയിട്ട് ഞാൻ പറഞ്ഞു, തിൽക വല്ലാഹിൽ മലായിക. ഈ അബൂ സുഫിയാൻ പറഞ്ഞല്ലോ, മാനത്തൊരു പട്ടാളം നിന്ന് യുദ്ധം ചെയ്തെന്ന്.
അബൂലഹബേ കേട്ടോ, പടച്ചവന് സത്യന് സത്യം, അത് മലായിക്കത്താണ്, അള്ളാഹുവിന്റെ മലക്കുകളുടെ സഹായമാണ്. അബൂലഹബ് ഇങ്ങോട്ട് പിടിച്ചു ഈ പാവപ്പെട്ട ലഈഫായ അബൂ റാഫി എന്നവരെ. എന്റെ കന്നത്തും മുഖത്തൊക്കെ നന്നായി അടി തന്നു. ഞാൻ എങ്ങനെ അവിടെ കിടന്ന് ഉരുണ്ട് വരളുകയാണ്. എന്നെ ഭൂമിയിലെടുത്ത് കമഴ്ത്തി അടിച്ചു. പിന്നെയും അതാ തല്ലാൻ തുടങ്ങി. ഞാനൊരു ലഈഫായ മനുഷ്യനാണ്. മുസ്ലിമീങ്ങളുടെ വിജയം പറഞ്ഞപ്പോ ആഘോഷം കൊണ്ട് ചാടി ഇളകി അങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പ എന്റെ മുതലാളിയായ അബ്ബാസ് എന്നവരുടെ ഭാര്യയായ ഉമ്മുൽ ഫളിൽ എന്നവർ എഴുന്നേറ്റു. ഇലാ അമൂദിൻ മിൻ ഉമുദിൽ ഹുജറ, ആ ടെന്റിന്റെ ഒരു കാലിങ് വലിച്ചൂരി. ഫഅഖദതുഹു ഫളറബതുഹു ബിഹി ലർബതൻ, അബൂലഹബിന്റെ തലക്കിട്ട് രണ്ടെണ്ണം അങ്ങ് കൊടുത്തു. എടാ നീ എന്താടാ വിചാരിച്ചത്? ഷജ്ജതൻ മുൻകറതൻ വഖാലത് ഇത്തലഅഫ്തഹു അൻ ഗാബ അൻഹു സയ്യിദുഹു. എടാ എന്താടാ നീ ചെയ്തത്? മുതലാളിയായ അബ്ബാസ് എന്ന ഉടമയില്ലാത്ത അടിമയല്ലേടാ നീ ഇങ്ങനെ ചെയ്യുന്നത്? ഉടമയിൽ വീട്ടിൽ ആളില്ലാത്തോണ്ടാണോടാ നീ കയറി കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദണ്ടെടുത്ത് നന്നായി തലക്കങ്ങ് പെരുമാറി. فوالله ما عاش إلى 7 ليال حتى رماه الله تعالى بالألم فقتلته. പിന്നെ 7 ദിവസമേ അബൂലഹബ് ബാക്കിയുണ്ടായുള്ളൂ. ഒരാൺകുട്ടിയുടെ കൈകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം പോലും ഉണ്ടായില്ല. പെണ്ണുങ്ങൾ തല്ലിച്ചതച്ചു കൊന്നുകളഞ്ഞു. അതും മാരകമായ രോഗമാണ്, അറബികൾ വെറുക്കുന്ന രോഗമാണ് വന്നത്. അയാള് ചത്ത് കഴിഞ്ഞിട്ടോ പിന്നെ കുഴിച്ചിടാൻ പോലും ആരുമില്ല. ഫലമ്മാ അസ്വാബത്ത് അബാ ലഹബിൻ തബാഅദ അൻഹു ബനൂഹു, അയാള് ചത്തെന്നറിഞ്ഞപ്പോ മക്കളെല്ലാം അങ്ങ് പോയ വഴിക്ക്. വബഖിയ ബഅദ മൗതിഹി 3 ലാ തുഖറബു ജുസ്സതുഹു, അയാളുടെ ശരീരത്തിന്റെ അടുക്കലേക്ക് 3 ദിവസം വരെ ഒരാളും അടുത്തില്ല. ലാ യുഹാവൽ ദഫനുഹു, ആർക്കും തോന്നിയില്ല ഇവനെ ഒന്ന് കെട്ടിപ്പൊതിഞ്ഞ് കുഴിച്ചിടണമല്ലോ എന്നുള്ള അഭിപ്രായം ആർക്കും ഉണ്ടായില്ല. പക്ഷേ ഫലമ്മാ ഖാഫു സുബ്ബത ഫീ തർകിഹിം ലഹു ദഫഊഹു ഫീ ഹുഫ്റതിഹി, ഇവിടെ ഇങ്ങനെ ഇട്ട് നാറിയ ആളുകൾ ആക്ഷേപിക്കുമല്ലോ, ഇവിടെ കഅബാലയത്തിനടുക്കലൊക്കെ ആളുകൾക്ക് വരേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവസാനം 3 ദിവസം കഴിഞ്ഞപ്പോ വലിയ ഒരു കഴ കൊണ്ടുവന്ന്, ഒരു കമ്പ് കൊണ്ടുവന്ന് കുഴിയിലേക്ക് തള്ളി നീക്കിയിട്ടു. വഖദഫൂഹു ബിൽ ഹിജാറതി മിൻ ബഈദിൻ ഹത്താ വാറൂ, അങ്ങനെ പിന്നെ ഈ കുഴി തള്ളിയിട്ടെങ്കിൽ അത് മൂടണമല്ലോ. അവിടെ നിന്നൊക്കെ കുറെ കല്ലും മണ്ണും ഒക്കെ വാരി അതിലിട്ട് ആ കുഴിയങ്ങ് മൂടി. അവിടെയാണ് അബൂലഹബിന്റെ അന്ത്യം സംഭവിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ട് ആയിഷ ബീബി അത് വഴി പോയാലും കാനതീദാ മറത്ത് ബിമൗദിഇ ഗത്തത്ത് വജ്ഹഹാ, ആ തലത്തിൽ മുഖം പൊത്തും. അബൂലഹബ് അവിടെ കിടക്കുന്നതിന്റെ ഓർമ്മ കൊണ്ട് ആ പഴയ നാറ്റം വരണ്ടാന്ന് വിചാരിച്ച് ആയിഷ ഉമ്മ ബീവി മുഖം പൊത്തുന്നു. അങ്ങനെ മുശ്രിക്കീങ്ങളുടെ വലിയ കൊമ്പന്മാരായ നേതാക്കന്മാര് മുഴുവനും ആയുധം വെച്ച് കീഴടങ്ങി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അതാ വളരെ വിജയശ്രീലാളിതരായി മുന്നോട്ട് വരികയാണ്. മദീനയിൽ വന്ന വിവരം പാസായി അവര് മുഴുവനും വിജയശ്രീലാളിതരാകുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതിന്റെ ഇടയിൽ ജൂതന്മാരായ ആളുകൾ, ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ പണിയുന്ന പരിശകളാണല്ലോ, ആ ജൂതന്മാരായ ആളുകൾ ഒരുങ്ങി. ഒരു പെണ്ണ് ആടിന്റെ മാംസം പാചകം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ
നല്ല തളികയിൽ നല്ല വിഷം കുത്തിവെച്ച ആടിനെ പാചകം ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അൽഹംദുലില്ലാഹി യാ മുഹമ്മദ് അല്ലദീ അസ്ലമകല്ലാഹ് കുന്തു നദർതുല്ലാഹ. അല്ലയോ പ്രിയപ്പെട്ട മുഹമ്മദ് നബിയെ, അള്ളാഹു നിങ്ങളെ സലാമത്താക്കിയല്ലോ, റാഹത്തായല്ലോ, യുദ്ധത്തിൽ നിന്നൊരു പരിക്കും പറ്റിയില്ലല്ലോ, വിജയിച്ചിങ്ങ് മദീനയിലേക്ക് തന്നെ വന്നല്ലോ. ഞാൻ പണ്ടേ നേർച്ചയാക്കിയതാണ്, വിജയിച്ചെങ്ങാണ് തങ്ങൾ ഇങ്ങോട്ട് വന്നാൽ തങ്ങൾക്കൊരു സദ്യ ഒരുക്കി തരണമെന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ട് നല്ല ആടിന്റെ മാംസം പാചകം ചെയ്തു കൊണ്ടുവന്നതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ നല്ല സദ്യയാണ്, നല്ല ഒന്നാന്തരം സദ്യ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹബീബിന്റെ കയ്യിലേക്കങ്ങ് വെക്കാൻ നേരം അതാ തടികയിൽ ഇരുന്ന് ആട് വിളിച്ചു പറയുകയാണ്, ലാ തഅകുൽനീ ഫഇന്നീ മസ്മൂം. ഓ നബിയെ, എന്നെ തിന്നല്ലേ, ഞാൻ വിഷമാണ്, എന്നെ കഴിക്കല്ലേ, വിഷമൂട്ടപ്പെട്ട മാംസമാണ്. നോക്കൂ, ജൂത പരിശകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരെ ചെയ്ത പണിയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആട് സംസാരിക്കുകയാണ്. ഖൈബർ യുദ്ധത്തിലും ഇതേപോലെ ചെയ്തു. ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് സംസാരിച്ചത്. ആ വിഷത്തിന്റെ ഒരു സ്വാധീനം പിന്നീടുണ്ടായിരുന്നു എന്ന് മുല്ല അലിയുൽ ഖാരി മനാഖിബിൽ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ശരി, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മുന്നേറ്റത്തിന്റെ മഹനീയമായ വിജയഗാഥകളുമായി മദീനയിലേക്ക് വരുമ്പോ ആദർശത്തിനെതിരെ നിന്നവർ മുഴുവനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുകയാണ്. അപ്പ ജൂതന്മാരെ വിളിച്ചു നബിതങ്ങൾ. അല്ല ജൂതന്മാരെ, ഇനിയെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ സത്യം ഞങ്ങളുടെ കയ്യിലാണെന്ന് വന്നുകൂടെ? അവര് വരാൻ തയ്യാറായില്ല എന്ന് സീറത്തുൽ ഹലബിയെ ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ബന്ദിയായി ഒരാൾ വരുന്നു. ആരാണ്? അബുൽ അസ് ബിൻ റബീ. മക്കായിലുള്ള പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര പുത്രിയായ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ്. അതാ ഇസ്ലാമിന്റെ വിരോധികളുടെ 2 മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം കഴിച്ചിരുന്നു. അവര് വീടുകൂടി സ്വകാര്യ ജീവിതം നയിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ ഒഴിവാക്കേണ്ടി വന്നിരുന്നു. അങ്ങനെയാണ് പ്രബലമായ ചരിത്രം പറയുന്നത്. അബൂജഹലിന്റെ 2 മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമക്കളായിരുന്നു. പക്ഷേ ആദർശത്തിന്റെ വിഷയം ചർച്ച പെട്ടെന്നു തന്നെ കടന്നു വന്നതുകൊണ്ട് അവരവരുടെ സ്വകാര്യ ജീവിതം നയിക്കുന്നതിന് മുമ്പാണ് അവർ 2 പേരും ത്വലാഖ് ചൊല്ലപ്പെട്ടത്, ഒഴിവാക്കപ്പെട്ടതെന്നാണ് ചരിത്രം പറയുന്നത്. അബുൽ അസ് ബിൻ റബീഅ അങ്ങനെയല്ല. ആദർശം കൊണ്ട് നബിതങ്ങളോടൊപ്പം കൂടാൻ വയ്യെങ്കിലും ബദർ യുദ്ധത്തിൽ പങ്കാളിയായി പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഹബീബിന്റെ മോളെ ഒഴിവാക്കാൻ മനസ്സില്ല. അങ്ങനെ അബുൽ ആസ് ബിൻ റബീഅ മദീനയിൽ ബന്ദികളുടെ കൂടെയാണ്. അപ്പോഴാണ് സൈനബ് റളിയല്ലാഹു അൻഹാ. ഇതിൽ ഏകദേശം 4 or 5 റിവായത്തുകൾ വ്യത്യസ്തമായി കാണുന്നുണ്ട്. അതിൽ ഇന്നഹ ഫാത്തിമ എന്ന ഗ്രന്ഥത്തിൽ വളരെ പ്രബലമായൊരു നിവേദനം, പരിഭാഷയിലൂടെ പുസ്തകം വായിച്ചവരിവിടെ ഉണ്ടാകാം, അല്ലാത്തവർക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ നഗരിയിൽ ലഭ്യമാണ് ഫാത്തിമ ബീവിയുടെ ചരിത്രം. അതിൽ വിശാലമായൊരു നിവേദനം ഇമാം ഇബ്നു ഇസ്ഹാഖിൽ നിന്നും ഇബ്നു ഹിശാമിൽ നിന്നും ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ സുബുലുൽ ഹുദയിലും ബിദായ വന്നിഹായിലും ഒക്കെ കാണുന്ന ഒരു നിവേദനം ഇങ്ങനെയാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് ബദറിലെ ബന്ദികൾ എത്തിയപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരാളാണ് ഹബീബിന്റെ മരുമകനായ അബുൽ ആസ് ബിൻ റബീഅ. മക്കളെ കൊണ്ടുവന്നു. ആ മക്കളെ കാണാൻ വേണ്ടി മദീനത്ത് കയറിയതാണ്.
സൈനബ് റളിയല്ലാഹു അൻഹ ഇറങ്ങി. കഴുത്തിൽ കിടന്ന ഒരു മാലയങ്ങ് പള്ളിയിലേക്ക് കൊടുത്തുവിട്ടു. എന്നിട്ടൊരു സന്ദേശവും കൊടുത്തയച്ചു. ഉപ്പാ, എന്റെ മക്കളുടെ വാപ്പയായ അബുൽ ആസ് ബിൻ റബീഅന് മോചനദ്രവ്യമായി ഞാൻ എന്റെ മാല ഇതാ കൊടുത്തുവിടുന്നു, അഭയം നൽകണേ നബിയേ. അപ്പോഴാണ് അബുൽ ആസ് ബിൻ റബീഅ അദ്ദേഹത്തിന്റെ മോചനദ്രവ്യമായി കൊണ്ടുവന്ന മാല ഹബീബിന്റെ കയ്യിൽ കിട്ടിയപ്പോ പ്രിയപ്പെട്ട പത്നിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ മാലയാണ്. പഴയ ഓർമ്മകളാണ്. ത്യാഗസുരഭിലമായ പ്രാഥമിക ഘട്ടത്തിലെ തീജ്വാലകളെ വകഞ്ഞു മാറ്റാൻ തണുപ്പ് പകർന്നു കൊടുത്ത പ്രിയപ്പെട്ട പത്നി അങ്ങ് മക്കത്ത് കിടക്കുകയാണ്. മുഅല്ലയിൽ അമരക്കാരിയായി ഹുജൂനിന്റെ താഴ്വരയിൽ വിശ്രമിക്കുന്ന ലോകൈക ഗുരുവിന്റെ പുണ്യപത്നിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹാ എന്ന മഹദിയായ പ്രിയപ്പെട്ട പ്രവാചക പത്നി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തുൻ ഫീ ഖൽബിൽ മുസ്തഫാ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ആ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ മാലയങ്ങ് കണ്ടപ്പോ ഹബീബിന് പഴയ ഓർമ്മകളാണ്. ഹബീബിന്റെ മനസ്സിലേക്ക് വരുന്നത് വിഷമമാണ്. സ്വഹാബത്തിനോട് ചോദിച്ചു, അല്ല സ്വഹാബ, ഇതെന്റെ ഖദീജയുടെ മാലയാണ്, ഇത് മോചനദ്രവ്യമായി കൊടുത്തുവിട്ടതാണ്, നിങ്ങൾ അനുമതി നൽകിയാൽ ഇത് തിരിച്ചെന്റെ മോട കയ്യിൽ തന്നെ കൊടുക്കാം, അനുമതി നൽകിയില്ലെങ്കിൽ ഇത് മോചനദ്രവ്യത്തിൽ സ്വീകരിച്ചോളാം. ഉടനെ സ്വഹാബികൾ പറഞ്ഞു, നബിയേ, അത് സ്വീകരിക്കേണ്ട നബിയേ, അബുൽ ആസിന് അഭയം നൽകാം. ആ അബുൽ ആസ് ബിൻ റബീഅനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മക്കത്ത് പോയിട്ട് കൊടുക്കാനുള്ള കുറെ അമാനത്ത് സ്വത്തുകൾ എന്റെ കയ്യിലുണ്ട്, അതെല്ലാം കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പിന്നീട് വന്ന് ഇസ്ലാം സ്വീകരിച്ചു. പ്രിയപ്പെട്ട എന്റെ ഉമ്മമാരെ, ആ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ തൗഹീദിന് വേണ്ടി സഹിച്ച സഹനമെത്ര വലുതാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെത്തിയിട്ടും മോളെത്തിയിരുന്നില്ല. പിന്നീട് ഒരിക്കൽ മക്കത്ത് നിന്നിറങ്ങിയെങ്കിലും വഴിയിൽ വെച്ചുകൊണ്ട് കയ്യിൽ ഒരു കുഞ്ഞുണ്ട്, പൂർണ്ണ ഗർഭിണിയാണ്. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് എതിരാളികൾ തടഞ്ഞു നിർത്തിയപ്പോൾ മഹദി അവറുകൾ ക്ഷീണം കൊണ്ട് മരുഭൂമിയിൽ വെച്ച് പ്രസവിക്കേണ്ടി വന്നു. അപ്പോഴും ഇളകാത്ത ഈമാനോടെ, ഇടറാത്ത ഇടനെഞ്ചോടെ, പതറാത്ത പാദത്തോടെ മരുഭൂമിയിൽ നിന്ന് തിരിച്ച് മക്കയിലേക്ക് മടങ്ങിയ മഹദിയാണ്. ഹയാത്തെ ബേ മഹബ്ബത്ത് സർ ബസർ മൗത് മഹബ്ബത്ത് ജിന്ദഗി കാ ദൂസരാ നാമോ ഹേ. സ്നേഹമില്ലാത്ത ജീവിതം മരണമാണ്, മരണത്തെ അതിജയിക്കാനുള്ളത് സ്നേഹമാണ് എന്ന് പറഞ്ഞതുപോലെ ത്യാഗപൂർണമായ ജീവിതത്തിൽ നിന്ന് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ നേരെ മക്കയിലേക്ക് മടങ്ങി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടു. ഒരു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഹബീബിന്റെ മോതിരം കൊടുത്തു വിട്ടു. മോതിരം കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, ഓ സെയ്ദേ, മക്കയോടടുക്കുന്ന എവിടെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഏതെങ്കിലും ഒരു യാത്രക്കാരെ കണ്ടാൽ ഈ മോതിരം അങ്ങ് കൊടുക്കണം, എന്നിട്ട് പറയണം എന്റെ മകളുടെ കയ്യിൽ കൊടുക്കാൻ. മോതിരം കാണുമ്പോ എന്റെ മോക്ക് മനസ്സിലാകും
ആളെവിടെയാണെന്ന് ചോദിക്കും. അവിടെ അങ്ങ് വരുമല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരം കൊണ്ടുപോയി കൊടുത്തു. ആ മോതിരം ഒരാട്ടിടയന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആ ആട്ടിടയൻ മക്കയിൽ ചെന്ന് അബുൽ ആസ് ബിൻ റബീഅന്റെ ഭാര്യ ഹബീബിന്റെ മോളെ അന്വേഷിച്ചു. എന്നിട്ട് അതങ്ങ് കൊണ്ടുപോയി കൈമാറി കൊടുത്തു. അത് വാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള് കണ്ടില്ലേ, മക്കായിൽ നിന്ന് ത്യാഗങ്ങൾ ഒരുപാട് സഹിച്ചുകൊണ്ട് നേരെ വരുന്നു ഇലാ മദീനത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് സൈനബ് റളിയല്ലാഹു അൻഹ എത്തിച്ചേരുന്ന സംഭവം അങ്ങനെയാണ്. ആ കുടുംബം മുഴുവനും, ഹബീബിന്റെ കുടുംബം മുഴുവനും സഹിച്ചു വേദനകൾ. ഉമ്മമാരെ ശാരീരികമായും മാനസികമായും എല്ലാ നിലയിലും ക്ഷീണിച്ച രംഗമായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹയുടെ യാത്ര. പിൽക്കാലത്ത് അബുൽ ആസ് ഇസ്ലാമിലേക്ക് വന്നിട്ട് രണ്ടാളും കൂടെ കുടുംബജീവിതത്തിന് തുടങ്ങുമ്പോഴേക്ക് അതാ മഹദി അവറുകൾ വഫാത്തായി പോയി. മരണകാരണമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മരുഭൂമിയിലൂടെയുള്ള കഷ്ടപ്പെട്ട യാത്രയാണ്. അവസാനം ജനാസയുടെ അടുക്കൽ ഇരുന്നിട്ട് അബുൽ ആസ് ബിൻ റബീഅ എന്ന സ്വഹാബി കരയുകയാണ്. ഞാൻ വരാൻ വൈകിപ്പോയതാണല്ലോ, എന്റെ പ്രിയപ്പെട്ട സൈനബിനെ ക്ഷീണിപ്പിച്ചു കളഞ്ഞത്, സൈനബ് മരണപ്പെട്ടു പോകാനുള്ള രോഗമുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് സൈനബ് റളിയല്ലാഹു അൻഹയെ ഓർത്തുകൊണ്ട് അബുൽ ആസ് ബിൻ റബീഅ കരഞ്ഞതായി അതാ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ അവരുടെ മുഴുവനും ജാദൂ ബി അംവാലിൻ വബഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതിനി ഗസ്വതി. അവരവരുടെ പടക്കളങ്ങളിലും പോർക്കളങ്ങളിലും ആവശ്യമുള്ളിടത്തും ശരീരം വേണോ ശരീരം, അതല്ല എന്തു സമ്പത്ത് വേണോ സമ്പത്ത്, മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ കുടുംബവും മുഴുവനും. അങ്ങനെ നേടിയെടുത്ത ഇസ്ലാമിക വിജയമാണ്. ബദറിന്റെ രണാങ്കണത്തിലെ അഭിമാനപൂർണമായ വിജയം നടക്കുമ്പോ ജഅഫർ റളിയല്ലാഹു അൻഹു എത്യോപ്യയിലാണ്. അവിടെ നിന്നുകൊണ്ട് നജ്ജാശി രാജാവ് വിളിച്ചു ചേർത്തു. സ്വഹാബികളെയും മറ്റുള്ളവരെയും മുഴുവനും വിളിച്ചു ചേർത്തിട്ട് നേഗസ് ചക്രവർത്തിക്ക് സന്തോഷമായി. നജ്ജാശി രാജാവ് ഒരു പെരുന്നാൾ ദിനം പോലെയാണ് അതിനെ കണ്ടത് എന്നതാ ചരിത്രം പറയുമ്പോൾ, ദിവസങ്ങളെല്ലാം കഭീ ദേഖാത്തെ ദാവ് കോയി തനാ ഖുശ് चले आते हैं ये हजरत वही से, हर शब शबे बरात है, हर रोज रोजे ईद, सोता हो हाथ गिरदन बेना में डाल कर दे. അവിടുന്നതാ ആനന്ദത്തിന്റെ നിമിഷമാണ് നജ്ജാശി രാജാവിന്റെ കൊട്ടാരത്തിൽ. ഡു യു നോ വെൻ ദി ഡാർക്ക് ഗോസ് ബിയോണ്ട് എക്സ്ട്രീം, the grains of dust emit a light, the gloom begins to gleam. എല്ലാ ആകുലതകളും മാറിയിട്ട് സന്തോഷം വരികയും തമസ്സു മാറിയിട്ട് ജ്യോതിസ് വരികയും ചെയ്താൽ പിന്നെ ഇവിടെ സന്തോഷിക്കാൻ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? Every night is the night of joy, every day is the day of Eid. With my arms around the flask these days I sleep. എല്ലാ രാവുകളും ആഘോഷത്തിൻ്റെതാണ്, എല്ലാ ദിശകളും പെരുന്നാളിൻ്റെതാണ്. ഞാൻ രാത്രി കാവയൊഴിച്ചു കൊടുക്കുന്ന ഫ്ലാസ്കിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഉറങ്ങിപ്പോകാറാണ്. അത്രയും നല്ല സന്തോഷമുള്ള രാത്രികളാണ്. വിജയശ്രീലാളിതരായി ആഘോഷിക്കുമ്പോ നജ്ജാശി രാജാവിന്റെ മുമ്പിൽ നടക്കുന്നതെങ്കിൽ
മദീനയിൽ നടക്കുന്നതിന് പൊളിറ്റിക്കൽ ലീഡിങ്സുകളാണ്. ഇനി പൂർണ്ണമായൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കണം, ഇസ്ലാമിന്റെ സമ്പൂർത്തീകരണം നടത്തണം, ആരാധനാകർമ്മങ്ങളുടെ കൃത്യമായ പഠനം നടക്കണം, സമ്പൂർണമായൊരു സൊസൈറ്റിയെ അവതരിപ്പിച്ചിട്ട് ലോകത്തിന്റെ നേതാവിന് ഭൂമിയിലുള്ള ഡ്യൂട്ടി നിർവഹിക്കേണ്ടതുണ്ട്. അതാ ഒരു ഭാഗത്ത് കുറെ ബന്ദികളാണ്, അവരാരും ചില്ലറക്കാരല്ല. ഒന്ന് വലീദ് ബിനുൽ വലീദാണ്, ഖാലിദ് ബിൻ വലീദിന്റെ സഹോദരനാണ്, ഇസ്ലാമിന്റെ പ്രതിപക്ഷത്താണ് നിൽക്കുന്നത്, ബന്ദിയാണ്. അവസാനം വലീദ് എന്നവരുടെ മക്കള് വന്നിട്ട് പൈസ കൊടുത്തു, വലീദ് ബിനുൽ വലീദിനെ മോചിപ്പിച്ചു. ഇറങ്ങി അങ്ങ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പൊ ഖാലിദ് ബിൻ വലീദ് ചോദിച്ചു, എടാ മോനെ, ഒരു 10 മിനിറ്റ് മുമ്പ് കലിമ ചൊല്ലിക്കൂടായിരുന്നോ? എന്നാൽ ഇത്രയും വലിയ സംഖ്യ മോചനദ്രവ്യം കൊടുക്കേണ്ടതില്ലായിരുന്നല്ലോ. അപ്പൊ ഖാലിദിന്റെ സഹോദരനല്ലേ വലീദ് ബിനുൽ വലീദ് പറഞ്ഞു, ഞാൻ അങ്ങനെ ഇസ്ലാം പറയാതിരുന്നത്, ഞാൻ ബന്ദിയായിരിക്കെ ഷഹാദത്ത് ചൊല്ലിയാൽ ജനങ്ങൾ പറയും ഞാൻ ഭീരുവായതുകൊണ്ട് രക്ഷപ്പെടാനാണ് എന്ന്. അങ്ങനെ എനിക്ക് മുസ്ലിം ആവാൻ ആഗ്രഹമില്ല. നിങ്ങൾ മോചനദ്രവ്യം കൊടുത്ത് എനിക്ക് സ്വാതന്ത്ര്യം നൽകിയതിനു ശേഷം ഞാൻ ഇസ്ലാമിലേക്ക് വന്നാൽ എന്റെ ഇസ്ലാമിനെ സ്വീകരിക്കപ്പെടും. അഭിമാനപരമായി ആദർശത്തിന്റെ വഴിയിലേക്ക് കടന്നു വരാനുള്ള ആത്മാർത്ഥമായ വിചാരമായിരുന്നു ബഹുമാനപ്പെട്ട വലീദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനുള്ളത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു തടങ്കൽ നീക്കുമ്പോൾ ചോദിച്ചു, അല്ല പ്രിയപ്പെട്ട അബ്ബാസ് എന്നവരെ, ഇസ്ലാമിലേക്ക് വരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഇടയിലൂടെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അത്രേ, അല്ല എനിക്കും നിങ്ങളുടെ കൂടെ ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ ചില്ലറയൊന്നും ഉണ്ടാവില്ലല്ലോ, പൈസ ഒന്നും ഉണ്ടാവില്ല, എന്റെ കുടുംബക്കാര് പൈസ എല്ലാം കൊണ്ടുപോകും, പിന്നെ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ല ബദർ യുദ്ധത്തിന് മുമ്പ് നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം മക്കൾക്കൊക്കെ ഓഹരി കൊടുത്തിട്ട് ബാക്കിയെല്ലാം കുഴിച്ചിട്ട് സ്വർണ്ണമൊക്കെ എവിടെ പോയി? ഉടനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മോനെ, നീ പ്രവാചകനാണെന്ന് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു. ഈ രഹസ്യം ഒരാൾക്കും അറിയുമായിരുന്നില്ല, എനിക്കും എന്റെ ഭാര്യയായ ഉമ്മുൽ ഫളിനുമല്ലാതെ ഈ വിഷയങ്ങൾ അറിയില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോനെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അപ്പോഴാണ് മക്കയിൽ വലിയ അഭിമാന ചർച്ചയാണല്ലോ നടക്കുന്നത്. ആ കൂട്ടത്തിൽ 2 പ്രമുഖന്മാരായ ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു സ്ഥലത്ത്, ഒന്ന് ഉമൈർ ബിൻ വഹബാണ്, 2 സഫ്വാൻ ബിൻ ഉമയ്യയാണ്. സഫ്വാൻ ബിൻ ഉമയ്യ പറയാണ്, എടാ നമ്മളൊക്കെ ഇങ്ങനെ ഈ ഭൂമിയുടെ പുറത്ത് ജീവിക്കേണ്ടി വരുന്നല്ലോ, നമ്മുടെ എല്ലാ ആളുകളെയും അടിച്ചു മാറ്റി എന്റെ വാപ്പാനെയും കൊന്ന് എന്റെ സഹോദരനെയും കൊന്ന് ഇവരെ അടിച്ചു തകർത്തിരിക്കുകയാണ്, പ്രതികാരം ചോദിക്കാൻ നേരമില്ല. അപ്പോൾ ഉമൈർ ബിൻ വഹബ് പറഞ്ഞു, അല്ല ഞാൻ പോയി എല്ലാത്തിനെയും ഒന്ന് ശരിയാക്കിയിട്ട് തിരിച്ചു വന്നേനെ, ആ മുഹമ്മദ് നബിയെ തന്നെ കൊല്ലുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പക്ഷേ എന്റെ മക്കളെ നോക്കാനും അവർക്ക് ജീവിക്കാനുള്ള വകുപ്പില്ല, മക്കളെ നോക്കാൻ ആളുമില്ല. അപ്പോൾ സഫ്വാൻ ബിൻ ഉമയ്യ പറയുകയാണ്, ഓ ഉമൈർ ബിൻ വഹബേ, നീ പോയിട്ട് ആ കർത്തവ്യം നിർവഹിക്കുകയാണെങ്കിൽ നിന്റെ മക്കളെയും കുടുംബത്തെയും എന്റെ മക്കളെയും കുടുംബത്തെയും നോക്കും പോലെ ഞാൻ നോക്കിക്കോളാം. അതുപോലെ നിന്റെ കടങ്ങള് മുഴുവനും ഞാൻ ഏറ്റെടുത്തോളാം. അതുകൊണ്ടെടോ ഉമൈർ ബിൻ വഹബേ, മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല, അങ്ങ് പോകണേ. ആ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഉമൈർ ബിൻ വഹബിന്റെ മകൻ വഹബ് ബന്ദിയാണ്. വഹബ് ബിൻ ഉമൈർ ബന്ദിയാണ്, പിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അതാ പിറകിൽ ഒരു വാളും ഒളിപ്പിച്ചു വെച്ചിട്ട് നേരെ മദീനയിൽ ലോകഗുരു പുണ്യപ്രവാചകരുടെ തിരുസന്നിധിയിലേക്ക് ചെല്ലുകയാണ്. സഫ്വാൻ ഇബ്നു ഉമയ്യയുടെ മോഹന വാഗ്ദാനങ്ങളിൽ പെട്ടുപോയ ആളാണ്. പിറകിൽ വാളും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഓ ഉമൈറേ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് കാണുക, എന്നിട്ട് അൻസാരികളായ സ്വഹാബികളെ പിടിച്ച് ഉന്തീന ചരിത്രത്തിൽ കാണാം, സുബുൽ ഹുദയിൽ കാണാം. ഒന്ന് രണ്ട് പേരെ പിടിച്ച് അരപ്പട്ടയ്ക്കും കുപ്പായത്തിലൊക്കെ പിടിച്ച് തള്ളിയിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടെ നോക്കി നിൽക്കുകയാണോ? മക്കത്തെ മഹാചട്ടമ്പിയാണ് വന്നിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നയാൾ ആള് ശരിയല്ല, അതുകൊണ്ട് അൻസ്വാറുകളെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണേ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പുലി പോലെ അവിടെ നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ടെൻഷനൊന്നുമില്ല. ഇത് ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയും സ്വഹാബത്ത് ഭയക്കുകയും ചെയ്ത 50-ലേറെ രംഗങ്ങൾ കാണാം. അതൊക്കെ സ്വതന്ത്രമായി പഠനമർഹിക്കുന്ന മേഖലയാണ്. ഒന്ന് ഗാർ സൗറിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബേജാറിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേടിയില്ല. അതിന്റെ തലേ ദിവസം അലി റളിയല്ലാഹു അൻഹുവിന് പേടിയാണ്, നബി തങ്ങൾക്ക് പേടിയില്ല. അതിന്റെ തലേ ദിവസം കൂടിയാലോചന നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേടിയില്ല, സ്വഹാബത്തിന് പേടിയാണ്. കാരണം എന്തേ? സ്വഹാബികൾ ആരും നബിയല്ലല്ലോ. നാളെ ഇതെന്താണ് ആകാൻ പോകുന്നതെന്ന കൃത്യമായ വിവരം ഹബീബിന്റെ കയ്യിലുണ്ട്, അത് സ്വഹാബികളുടെ കയ്യിലില്ലല്ലോ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേടിയൊന്നുമില്ല. ലോക നേതാവ് പുണ്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ അതറിഞ്ഞുകൊണ്ട് സാന്ത്വനിപ്പിച്ചിട്ടുണ്ട്. അതാണ് സൗർ ഗുഹയിൽ ഇരിക്കുമ്പോൾ മാലന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ, ഓ സിദ്ദീഖുൽ അക്ബറെ, ഇങ്ങനൊന്നും പേടിക്കേണ്ടതില്ല, അല്ലാഹു ഉണ്ടെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയ ആ വാചകം എടുത്തു വെച്ചുകൊണ്ട് മഹാന്മാർ ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കി പറയാം, ഉമൈർ ഇബ്നു വഹബിനോട് ചോദിച്ചു, അല്ല എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? അപ്പോൾ പറയുന്നു, ഞങ്ങളുടെ ബന്ദികളുടെ കാര്യത്തിലൊന്ന് ചർച്ച ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഹബീബ് ചോദിച്ചു, അല്ല എങ്കിൽ പിന്നെന്തിനാ പുറകിൽ ഒരു വാള് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ ഉമൈറും തരക്കേടുള്ള ആളൊന്നുമല്ല, പറഞ്ഞു, അത് ഞാൻ ഒരു ഉപചാരത്തിനെടുത്ത് കൈ വെച്ചെന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോഴാണ് ലോക നേതാവിന്റെ ആത്മീയ ജ്ഞാനത്തിന്റെ ആഴവും അവിടുന്ന് അദൃശ്യജ്ഞാനത്തിന്റെ ആകാശവും വെളിവാക്കിയിട്ട് ചോദിക്കുന്നു, ഓ ഉമൈർ ഇബ്നു വഹബ്, സഫ്വാൻ ഇബ്നു ഉമയ്യയോട് കഅബാലയത്തിന്റെ പിന്നാമ്പുറത്തുള്ള കല്ലിന്റെ മുകളിൽ കയറിയിരുന്ന് സ്വകാര്യമായൊരു ചർച്ച നടത്തിയില്ലേ? എന്നിട്ട് കുടുംബത്തെയും കടവുമെല്ലാം സഫ്വാൻ ഇബ്നു ഉമയ്യയെ ഏൽപ്പിച്ചിട്ട് എന്നെ കശാപ്പു ചെയ്യാൻ ഇറങ്ങിയതല്ലേ? ഇസ്ലാമിനെ തീവ്രമായി അവതരിപ്പിച്ചെങ്കിലേ മതസേവനമാകൂ എന്ന് വിചാരിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളെ, നിങ്ങൾ ഈ അധ്യായം വായിക്കണം. നേരത്തെ വിഷം കൊടുത്ത ജൂതപ്പെണ്ണിന്റെ അധ്യായം വായിക്കണം, സിഹർ ചെയ്ത ജൂതന്റെ അധ്യായം വായിക്കണം. എല്ലായിടത്തും വിട്ടുവീഴ്ചയാണ്. നിങ്ങൾ നിങ്ങളുടെ തീവ്രവാദത്തിന് തെളിവ് കാണാൻ ഹബീബിനെ വിട്ടുവീഴ്ചയില്ലാത്ത ആളായിട്ടല്ലേ കവലകളിൽ പ്രിയപ്പെട്ട നബിയിലൂടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഹബീബിനെ അറിയില്ല, ചരിത്രമറിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പറയുകയാണ്, എന്തിനാണ് ഉമൈർ ഇബ്നു വഹബ് സഫ്വാൻ ഇബ്നു ഉമയ്യയോട് കൂടിയാലോചന നടത്തിയിട്ട് ഈ മുമ്പിലേക്ക് വന്നിട്ട് ഇവിടെ വേണ്ട മോനെ ഇതൊന്നും. അപ്പോഴാണ് ഉമൈർ ഇബ്നു വഹബ് പറയുകയാണ്, നിങ്ങൾ ഒരു പ്രവാചകനാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ സമ്മതിച്ചു കഴിഞ്ഞു, പ്രവാചകൻ തന്നെ. കാരണം ഞങ്ങൾ രണ്ടുപേരും നടത്തിയ ചർച്ച മൂന്നാമതൊരാളോട് പാസ് ചെയ്തിട്ടില്ല.
ഇനി സഫ്വാൻ എങ്ങാനും ഒരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇവിടെ എത്താനുള്ള സമയവും ആയിട്ടില്ല, ഞാൻ അവിടുന്ന് നേരെ പുറപ്പെട്ടതാണ്, അതുകൊണ്ട് ഈ ജ്ഞാനം അതീവമായ അദൃശ്യജ്ഞാനമാണ്, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നബിയേ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഫ്വാൻ ഇബ്നു ഉമയ്യയുടെ കഥ പറയുന്ന ഉമൈർ ഇബ്നു വഹബ് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വഇശ്ഖ കുശ് ഗവാർ ഹേ വഇശ്ഖ കുശ് ഗവാർ ഹേ നബി 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 ونور کی قصار ہے وعرش کی اختیار ہے وعشق خوشگوار ہے نبی 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 ലോകകാരുണ്യത്തിന്റെ അതുല്യാകാശമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമൈർ ഇബ്നു വഹബിനെ ഇസ്ലാമിലേക്ക് സ്വീകരിക്കുന്നു. തടങ്കലിൽ കിടക്കുന്ന മകനും ഇസ്ലാമിലേക്ക് വരുന്നു. അപ്പോഴേക്ക് സഫ്വാൻ ഇബ്നു ഉമയ്യ മക്കത്തൊരു യോഗം വിളിച്ചു കൂട്ടി. നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഇവിടുന്ന് ഒരാൾ പോയിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് ബദറിൽ തോറ്റതിനെല്ലാം പ്രതികാരം ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത്, ഒരാൾ അല്ല ഒരാളും കൂടി ഇപ്പൊ അങ്ങോട്ട് പോയായിരുന്നു, ഉമൈർ ഇബ്നു വഹബ് എന്ന് പറയുന്ന ആള്, അയാളും പോയി അവിടെ പെട്ടുപോയി. മുഹമ്മദ് നബിയുടെ വലയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൽ കയറിപ്പോയി. അപ്പോഴേക്ക് സഫ്വാൻ ഇബ്നു ഉമയ്യ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, അവന്റെ കുടുംബത്തെയും ഞാൻ നോക്കൂല, അവന്റെ കടവും ഞാൻ ഏറ്റെടുക്കൂല, വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇസ്ലാം സ്വീകരിച്ച ഉമൈർ ഇബ്നു വഹബ് പറഞ്ഞു, നബിയെ, എനിക്കൊന്ന് നാട്ടിൽ പോയിട്ട് വരണം, മക്കത്ത്. കാരണം മക്കളും കുടുംബവും എല്ലാം അവിടെയാണ്. അവരെയാണെങ്കിൽ നോക്കാൻ ഏൽപ്പിച്ചാൽ ഈ വാർത്ത അറിഞ്ഞാൽ കാലു മാറിക്കളയും, അതുകൊണ്ടൊന്ന് പോകണം നബിയേ. നേരെ മക്കയിലേക്ക് ഉമൈർ ഇബ്നു വഹബ് പോയി. അപ്പൊ സഫ്വാന്റെ വിചാരം എന്താണ്? നേരെ എന്റെ അടുത്ത് വന്നിട്ടേ വീട്ടിൽ പോവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഉമൈർ ഇബ്നു വഹബ് തങ്ങൾ നേരെ അങ്ങ് വീട്ടിൽ പോയി. കുടുംബക്കാരെ മുഴുവൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവരെല്ലാം ഇസ്ലാമിലേക്ക് വന്നു. അവരെല്ലാം അടുത്ത ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് മദീനയിലേക്ക് വിട്ടു. എന്നിട്ടാണ് നേരെ സഫ്വാൻ ഇബ്നു ഉമയ്യയുടെ അടുക്കലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് ചെന്നപ്പോ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയതുകൊണ്ടാ വരാൻ വൈകിപ്പോയത്, മക്കളും കുടുംബം എല്ലാം ഇസ്ലാമായിട്ടുണ്ട്, നിങ്ങളും കൂടെ വരണേ. സഫ്വാൻ ഇബ്നു ഉമയ്യ പറഞ്ഞു, എന്നെ നീ കാണുകയും വേണ്ട, എന്നോട് സംസാരിക്കുകയും വേണ്ട, നിന്റെ വഴിക്ക് നീ പോയിക്കോ. ഉമൈർ ഇബ്നു വഹബിന്റെ കുടുംബം ഇസ്ലാമിലേക്ക് വന്നു. തള്ളാനായിട്ടില്ല. സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്നു. ഇതുപോലെയാണ് എത്രയോ ശോഭന ചിത്രങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബന്ദികൾക്ക് വിജ്ഞാനം കൊടുത്തു. മദീനയിൽ അവരെ മുഴുവനും ഒരു പാഠശാലയുണ്ടാക്കി പാകപ്പെടുത്തി. അങ്ങനെ മുന്നേറ്റത്തിന്റെ ദിനരാത്രങ്ങളാണ്. ഇനി നമ്മുടെ ഈ പരമ്പരയിൽ നാളെ ഇത് എവിടെ എത്തിക്കണം എന്നൊരാലോചന നടത്തുമ്പോ ഒന്നിതാ മഹാന്മാരായ സ്വഹാബികളുടെ സമർപ്പണത്തിന്റെ യുദ്ധം കഴിഞ്ഞു. ഇനിയൊരു സ്നേഹത്തിന്റെ പരീക്ഷണമുണ്ട്. അവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിന്റെ വാൽകഷ്ണം പറഞ്ഞുകൊണ്ട് നാളെ ഈ പരമ്പരയിൽ തൽക്കാലം പരിസമാപ്തി കുറിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഏതായാലും ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദർശത്തിന്റെ മഹനീയമായ പ്രഭാവങ്ങളെ ലോകരുടെ ഹൃദയങ്ങളിൽ അടയാളപ്പെടുത്തി. ലോകത്ത് മുഴുവനും സമൂലമായ മാറ്റം വരുത്തി. മദീനയിൽ വിജയത്തിന്റെ വിണ്ണക്കൊടി പാറിച്ച് സഹാബത്തുമായി മുന്നോട്ട് പോവുകയാണ്. ലക യാ റസൂലല്ലാഹി ഫീ അഅമാഖിനാ
قمم من الإجلال والإكرام. ഓ നബിയേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴുവനും അവിടുത്തെയോടുള്ള അദമ്യമായ അനുരാഗമാണ്, അവസാനിക്കാത്ത സ്നേഹമാണ്, ഒടുങ്ങാത്ത അഭിനിവേശമാണ്. കാലമേ വിജയിക്കാനുള്ള ഏറ്റവും വലിയ വഴി ഏതാണ്? ഹബീബിനോടുള്ള പ്രണയമാണ്. അതുപോലെ വേറെ ഒരു മരുന്നുമില്ല. അള്ളാഹു തൗഫീഖ് നൽകിയാൽ നമ്മുടെ സമാപന വേദിയിൽ സ്നേഹങ്ങൾ ജ്വലിക്കുന്ന കുറെ രംഗങ്ങളാണ് എന്റെ ഉദ്ദേശത്തിലുള്ളത് കൈമാറാൻ. അതാ ജാമിഉൽ മുഅ്ജിസാത്തിൽ നിന്ന്, അതുപോലെ തന്നെ സ്വഹാബികളുടെ സ്നേഹലോകത്ത് നിന്ന്, ഇമാമീങ്ങളുടെ സ്നേഹലോകത്ത് നിന്ന്. കണ്ടില്ലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കിയ മറ്റൊരാൾ? എങ്ങനെ ഈ പരമ്പര ഈ വർഷം എന്റെ കയ്യിൽ വന്നു വീണു എന്ന് തന്നെ എനിക്കറിയില്ല. കാരണം ഒരു ചങ്ങാതി വെട്ടത്തിലെ ബുദ്ധിയും കൊണ്ട് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുതാൻ വന്നപ്പോഴാണ് ആക്ഷേപകന്മാർക്ക് ലഭിച്ച പരമ്പരകൾ ഹബീബിന്റെ കാലത്ത് പിൽക്കാലത്ത് ഒക്കെ വന്നിട്ടുള്ളത് മുഴുവനും കയ്യിലേക്ക് വരുന്നത്. അതാ കണ്ടില്ലേ, അസ്വദ് ബിൻ അബ്ദു യഗൂസ് എന്ന് പറയുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ചയാളാണ്. അസ്വദ് ബിൻ അബ്ദു യഗൂസ് ബിൻ വഹബ് ബിൻ അബ്ദു മനാഫ് ബിൻ സുഹറ അഹദു ബനി സഹറ ഇബ്നു കിലാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരോധിയാണ്. ومن أبرز المستهزئين الذين آذوا رسول الله صلى الله عليه وسلم أشد الإيذاء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് പ്രയാസപ്പെടുത്തിയ ആളാണ്. കുല്ലമാ ലാഖൂഹു ഗാദിയൻ ഔ റായിഹ. നബി തങ്ങളെ രാവിലെ കണ്ടാലും വൈകുന്നേരം കണ്ടാലും ഒക്കെ കളിയാക്കും. ഇസ്തഹ്സഉ ബിഹി. നബി തങ്ങളെ രാവിലെ കണ്ടാലും ഒന്ന് കളിയാക്കും, അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആളാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബങ്ങ് വേദനിച്ചുപോയി. ഹത്താ ളാഖ സദ്റുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമാ യഫ്അലൂന വയഖൂലൂന മിൻ തക്ദീബിൻ വസ്തിഹ്സാ. വഴി വെച്ച് കാണുമ്പോ ചോദിക്കും, അല്ല വഹി ഇറങ്ങിയോ, വല്ല പുതിയ സന്ദേശവും കിട്ടിയോ, വേറെ വല്ല നബിമാരും വന്നോ, എന്താ കാബ് പൊളിക്കാനായോ, ജനങ്ങളെല്ലാം ഓടിക്കാനായോ എന്നിങ്ങനെ ഹബീബിനെ രാവിലെയും വൈകുന്നേരവുമെല്ലാം കളിയാക്കി വേദനിപ്പിച്ച ആളാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സങ്ങ് നൊന്തുപോയി. ഹബീബ് എപ്പോഴും കരുണയെ ചെയ്യാറുള്ളൂ. പക്ഷേ ചില അവയവങ്ങൾ മുറിച്ചു മാറ്റിയെങ്കിലല്ലേ രോഗം മാറുകയുള്ളൂ. കരുണയുള്ള ഡോക്ടറും കത്തിയെടുക്കുന്നത് രോഗം മാറാനാണ്. സ്നേഹമുള്ള ഉമ്മയും കുഞ്ഞിനെ ഇഞ്ചക്ഷൻ വെപ്പിക്കുന്നത് കുഞ്ഞിന്റെ രോഗം മാറാനാണ്, നോവിക്കാൻ ഇഷ്ടമുണ്ടായത് കൊണ്ടല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ആക്ഷൻ എടുക്കേണ്ട സമയത്ത് എടുക്കാതിരിക്കാൻ വയ്യ. فاستعان بالله عليهم وشكاهم إليه. അല്ലാഹുവിനോട് സഹായം തേടിയിട്ട് പരാതി ബോധിപ്പിച്ചു. അല്ലാഹുവേ, ഇവരുടെ ശല്യം സഹിക്കാൻ വയ്യ. فأرسل الله عز وجل إليه جبريل بنصره. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല അയച്ചു. വേണ്ട ആക്ഷൻ അങ്ങെടുക്കാൻ. നേരത്തെ പറഞ്ഞല്ലോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശൈലിയാണ്. നേരെ ഇങ്ങ് വിളിച്ചു. വനസല ജിബ്രീൽ അലൈഹിസ്സലാം ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി തങ്ങളുടെ അടുക്കൽ നിന്നു. വഖാമ ബിജിവാരിഹി, അടുക്കൽ നിന്നു. വഹുവ ഇൻദൽ ബൈത്തുൽ ഹറാം, കഅബാലയത്തിന്റെ ചാരത്താണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇങ്ങനെ ചോദിക്കുക, നബിയെ ആ പറഞ്ഞ അങ്ങ് എവിടെയാണ്? അറിയാഞ്ഞിട്ടല്ല, ഓരോന്നിനും ഓരോ ശൈലി ഉണ്ടല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുക, പറഞ്ഞ കക്ഷി ഏതാണ്?
وأشار النبي صلى الله عليه وسلم إلى الأسود. അസ്വദ് ബിൻ യഗൂസിനെ കാണിച്ചു കൊടുത്തു നബി തങ്ങൾ. ഫൗമഅ ഇലാ റഅസിഹി, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ അവന്റെ തലയിലേക്കൊന്ന് സൈലന്റ് അറ്റാക്ക് നടത്തി. എക്സ്റേയുടെ കിരണങ്ങൾ പോലെയാണ്, സ്കാനിങ്ങിന്റെ റേസുകൾ പോലെയാണ്. ഒരു റേസ് അറ്റാക്ക് അങ്ങ് കൊടുത്തു ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. കുറെ കാലം കഴിയുമ്പോ ഇപ്പൊ തന്നെ വേണ്ട, പണ്ടല്ലേ വാളും വടിയും കുന്തമൊക്കെ, പിന്നീട് തോക്കായി, ഇപ്പൊ തോക്കും വേണ്ട. പുതിയ പുതിയ സാധനങ്ങൾ പ്രകാശത്തെ പോലെ സൈലന്റായി വന്നു കയറുന്ന കാലമാണ്. അത്തരം സാധനങ്ങൾ വന്നിടിച്ചു കയറിയാൽ നമ്മൾ എക്സ്റേ എടുക്കാൻ പോകുമ്പോ ലാബിൽ നിൽക്കുന്നവൻ വിരോധമുള്ളവനാണെങ്കിൽ അതിന്റെ റേഷ്യോ ഒന്ന് കൂട്ടിയിട്ടാൽ തന്നെ നമ്മുടെ നെഞ്ചിന് തകരാറാണ്. കണ്ടില്ലേ, അത്രയും വലിയ സൈലന്റായി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന യുഗമാണിത്. അതുകൊണ്ട് ഇനി ബോംബും ബ്ലസ്റ്ററും ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പൊ കണ്ടില്ലേ, കമ്പ്യൂട്ടർ ശസ്ത്രക്രിയ വന്നു. കത്തിയും വേണ്ട, നൂലും വേണ്ട, നമ്മുടെ ഉള്ളിലൊക്കെ റെഡിയാക്കാൻ ആ യന്ത്രത്തിന് കഴിയുന്നു. ഇതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരൊറ്റ നോട്ടമാണ്. ഫൗമഅ ഇലാ റഅസിഹി, നബി തങ്ങളോട് ചോദിച്ചു കക്ഷി ഏതാ? അതേ കക്ഷി അതാണ്. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം അയാളുടെ തലയ്ക്ക് നേരെ ഒരാട്ടമാണ്. അപ്പോൾ കഫൈതഹു, എടാ മതിയടാ ഈ പണിയൊക്കെ എന്നൊരു കൽപ്പന എന്ന് പറഞ്ഞപ്പോൾ ഫഖറജ ഫീ റഅസിഹി ഖുറൂഹുൻ ഫമാത മിൻഹാ ലഅനഹുല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു നോട്ടം കൊണ്ട് തന്നെ അവന്റെ തലയുടെ ഉള്ള് പഴുത്തിട്ട് ചലം ഒലിച്ചു ചത്തുപോയി. ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ. ബുദ്ധിജീവികളാണെന്ന് വിചാരിച്ച് പേനയുന്തുന്ന ആധുനിക എഴുത്തുകാരെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രതയുടെ മുമ്പിൽ വിനീതരായി നിൽക്കുകയല്ലാതെ നമുക്കൊന്നിനും സാധ്യമല്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബാണ്. അവിടുത്തെയുടെ പ്രഭാവത്തെ കെടുത്താൻ ഒരു പ്രതിഭാസത്തിനും സാധ്യമല്ല. മുഹിബ്ബീങ്ങളെ, നമ്മൾ ആ കക്ഷിയല്ല. നമ്മൾ ഹബീബിനെ ഇഷ്ടം വെക്കുന്നവരാണ്. ലോക നേതാവിനോടുള്ള സ്നേഹം കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. ആ ഹബീബിന്റെ കുടുംബം മുഴുവനും ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചവരാണ്. ഒരു സംഭവം ഖബസാത്തും മിൻ ഹയാത്തിർ റസൂലിൽ കാണുന്നു. ഇതിന്റെ പല ഭാഗങ്ങൾ ഇമാം അബൂ നുഐം ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ കൂടുതൽ സുപരിചിതമാണ്, ഞാൻ കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമത്തുൽ സഹ്റാ റളിയല്ലാഹു അൻഹാ, അലി റളിയല്ലാഹു അൻഹു ഹസനൈനിയും കൂട്ടുകാരിയും, അങ്ങനെ 5 പേരടങ്ങുന്ന കുടുംബം 3 ദിവസം തുടർച്ചയായി പട്ടിണിയിലായിരുന്നു. സംഭവം നിങ്ങൾക്കറിയാം, വിശാലമായി ഞാൻ കടക്കുന്നില്ല. ഈ 3 ദിവസവും അവര് ഭക്ഷണം ഉണ്ടാക്കി വെച്ചപ്പോൾ യതീമൻ വ മിസ്കീനം വ അസീറാ, ഒരു ദിവസം അനാഥരെ സഹായിച്ചതാണ്, 2-ാം ദിവസം മിസ്കീന്മാർക്ക് റൊട്ടി കൊടുത്തതാണ്, 3-ാം ദിവസം ബന്ദികൾക്ക് ഭക്ഷണം കൊടുത്തതാണ്. അങ്ങനെ പട്ടിണിയായിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ പള്ളയങ്ങ് മുതുകിനോട് ചേർന്ന് ഒട്ടിപ്പോയി. അഥവാ അത്രയും വിഷണ്ണരായപ്പോൾ 2 മക്കളെയും കയ്യിൽ പിടിച്ചിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് ചെല്ലുന്നു. യാ റസൂലല്ലാഹ്, മക്കള് വിശപ്പിലാണ് നബിയേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരുന്നങ്ങ് കരഞ്ഞുപോയി. എന്റെ മക്കള് പട്ടിണിയായിട്ട് മരിക്കാനായോ? എന്റെ മക്കള് പട്ടിണിയായിട്ട് മരിക്കാനായോ? അപ്പോഴാണ് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് സൂറത്തുൽ ഇൻസാനിലെ സൂക്തങ്ങൾ അവതരിപ്പിക്കുന്നത്. യഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. യതീമിനും മിസ്കീനിനും ബന്ധിക്കും ഭക്ഷണം കൊടുത്തത് പരലോകത്തെ ഭയന്നുകൊണ്ടാണെന്ന് പറഞ്ഞ കുടുംബത്തിന്റെ വേദനയും അവർക്ക് ലഭിക്കുന്ന പ്രതിഫലവും അവരുടെ ലക്ഷ്യവുമെല്ലാം അങ്ങ് വിശദീകരിച്ച് ആയത്തിറക്കിയപ്പോൾ ഈ ചരിത്രം വിശദീകരിച്ചു പറയൽ എന്റെ ലക്ഷ്യമല്ല. അതാ ഒരാള് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, കഴിക്കാൻ ഭക്ഷണമില്ല നബിയേ, ഉടുക്കാൻ പുടവയില്ല നബിയേ, കയ്യിൽ ക്യാഷില്ല നബിയേ, വല്ലതും തരണേ യാ റസൂലല്ലാഹ്. ما قال لا قط إلا في تشهده لولا التشهد لكانت لاؤه نعم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ട് ഒരാളെയും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഓ കെ ജൂദോ കറം ഹേ ഷഹബത് ഹാ തേരാ നഹീ സുൻതാ ഹി നഹീ. ഇല്ലെന്നൊരിക്കലും കേട്ടിട്ടില്ലല്ലോ ഹബീബേ. ആര് വന്ന് ചോദിച്ചപ്പോഴും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ നബിയേ. പരീക്ഷണത്തിന്റെ തീജ്വാലയിൽ കിടക്കുമ്പോഴും പരസഹായം തേടി വരുന്നവർക്ക് പരിഹാരം കൊടുത്ത നബിയാണ് ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാ വന്നിട്ട് ചോദിക്കുന്നു, നബിയേ വല്ലതും തരണേ. ഹബീബിനില്ല എന്ന് പറയാൻ വയ്യ, ഹബീബിനില്ലെന്ന് പറയാൻ പറ്റുന്നില്ല. ചെന്നെന്റെ മോള് ഫാത്തിമാനോട് ചോദിച്ചോ. കബസാത്ത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? എന്റെ മോളോട് ചോദിച്ചേ. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ യാ അഹ്ല ബൈത്തി റസൂലില്ലാഹ്, മോളെ ഫാത്തിമ, വാപ്പ പറഞ്ഞതാ മോളെ വല്ലതും തരണേ. ഹസനൈനി പുതയ്ക്കുന്ന ഒരു കീറക്കമ്പിളിയുണ്ട്, അതെടുത്ത് പുറത്തേക്ക് കൊടുത്തു വിട്ടു. പക്ഷേ വന്നയാൾക്ക് മതിയായില്ല. അയാള് പറഞ്ഞു, മോളെ ഇതുകൊണ്ട് എന്തു ചെയ്യാനാണ്, വിശക്കുന്നുണ്ട് മോളെ. അപ്പോഴാണ് ശരീരത്താകെ ബാക്കിയുള്ളൊരാഭരണമുണ്ട്, വേറെ ഒന്നവിടെയില്ല. അതെടുത്ത് പുറത്തേക്ക് കൊടുത്തു വിട്ടിട്ട് സഹ്റാ, അതാ ഇത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് കൊടുത്തു വിടുമ്പോൾ മദീനത്തെ പള്ളിയിലിരിക്കുന്ന ലോകത്തിന്റെ നേതാവ്, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ രാജാവായ പൊന്നു മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കൊണ്ടു കൊടുത്തിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇതവിടുത്തെ മോള് തന്നതാണ്. ഓ നബിയേ, ഫാത്തിമ ബീവി തന്നതാണ്. ഇത് വിറ്റിട്ട് ഞാൻ എന്റെ കാര്യം നടത്തിക്കോട്ടെ നബിയേ. അപ്പോഴാണ് സാഹിബു തർഫിൽ കഹീൽ والخد اللصيل والزمزم والسلسبيل قاهر المضادين مبيد الكافرين
റഹ്മത്തിൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു വാചകം വല്ലാതെ മനസ്സിലുടക്കേണ്ട വാചകമാണ്. ആ പാവപ്പെട്ട മനുഷ്യനോട് പറയുകയാണ്, എന്റെ മോക്ക് വേണ്ടി ദുആ ചെയ്യണേ. ആരാണ് പറയുന്നത്? സ്വർഗത്തിന്റെ താക്കോല് കയ്യിലുള്ള നേതാവാണ്. സ്വർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന നേതാവാണ്. ഫാത്തിഹുൽ ജന്നതി വസ്വാഹിബുൽ ലിവാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാനതൊന്ന് വിറ്റിട്ട് എന്റെ ആവശ്യം നടത്തട്ടെ നബിയേ. അപ്പോഴാണ് ഹബീബിന്റെ മറുപടി, എന്റെ മോക്ക് വേണ്ടി ദുആ ചെയ്യണേ. സ്വർഗീയ വനിതകളുടെ നേതാവാണ് മകൾ. മരിക്കുമെന്ന് പറഞ്ഞപ്പോ ചിരിച്ച മോളാണ് ഫാത്തിമ. കണ്ടില്ലേ, വാപ്പ അടുത്തു പിടിച്ച് അടക്കം പറഞ്ഞു, മോളെ ഞാൻ യാത്രയാണ്. സങ്കടപ്പെട്ടു. പിന്നെ പറഞ്ഞു, മോളും അടുത്തു തന്നെ യാത്രയാണ്. മരിക്കുമെന്ന് കേട്ടപ്പോൾ ചിരിച്ചു. അതാണ് സഹ്റ, അതാണ് ഫാത്തിമ ബിൻതുൻ നബി അൽ ബത്തൂൽ. അവസാനം ഈ സ്വഹാബി അഅറാബി വന്ന് ചോദിക്കുമ്പോ മറ്റൊരു സ്വഹാബി ചോദിക്കുന്നു, നബിയേ, അയാൾക്ക് വേണ്ട തുക കൊടുത്തിട്ട് ഞാൻ വാങ്ങട്ടെ നബിയേ. ഹബീബ് സമ്മതം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അവിടുത്തെയുടെ പൊന്നുമോളുടെ കയ്യിലുള്ളൊരു പൊട്ടുപൊന്ന് അവസാനം ഇങ്ങ് കൊടുത്തുവിട്ട ആ പുണ്യവതിയായ ഫാത്തിമയുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തുവിടട്ടെ നബിയേ. ഹബീബ് ഇങ്ങനെ ലംഘുന്ന മുഖമാണ്. നുഐമിന്റെ നിവേദനമാണ്. ഖബസാത്ത് ഉദ്ധരിക്കുകയാണ്. ഹബീബിന്റെ ജീവിതം നല്ല രസാവഹമായി അവതരിപ്പിച്ച ഒരു ചെറിയ ഗ്രന്ഥമാണ് ഖബസാത്തും മിൻ ഹയാത്തിർ റസൂൽ. അതാ കണ്ടില്ലയോ, ഹബീബിന്റെ മുഖം പ്രസന്നമാണ്. പുണ്യവതിയായ മകളുടെ ആഭരണം തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ അതാ പറയുകയാണ്, ഇതെന്തൊരു ബറക്കത്തുള്ള ആഭരണമാണ്. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തു, തുടുതുണിയില്ലാത്തവന് തുണി നൽകി, കയ്യിൽ ചില്ലറയില്ലാത്തവന് വേണ്ടത് നൽകി, എന്നിട്ടതിന്റെ ഉടമയിലേക്ക് മടങ്ങുകയും ചെയ്തു എന്ന വിശദീകരണമാണ് അതിന് നൽകുന്നതെങ്കിൽ, ജീവൻ മുഴുവനും അതാ കൊടുത്തിട്ട് സ്വന്തം മക്കള് പട്ടിണി കിടന്നിട്ട് പള്ളിയിലേക്ക് പോയി ഹബീബ് വേദനിക്കുമ്പോഴും മറ്റുള്ളവരെ പരിഗണിച്ച പാരമ്പര്യമാണ്. ലോക ജനതയുടെ കരുണ ഹൃദയങ്ങളിലേക്ക് ലോക നേതാവിന്റെ സമ്മാനമെങ്കിൽ ആ ഹബീബിനെ കൽബുകൊണ്ട് പ്രേമിക്കണേ വാപ്പാ, സഹോദരാ, ഉമ്മ, രക്ഷിതാക്കളെ. ഹൃദയങ്ങളിൽ നിന്ന് മദീനയിലേക്കൊരു പറവ പോണം. അവസാനം അത് മദീനയിൽ ചെന്ന് ചിറകിട്ടടിക്കണം. ആ ഗുംബദേ ഖസ്റാഇന്റെ താഴെക്കൂടെ അതിനെ ഒന്ന് വലയം വെക്കണം. മേലെ പറക്കാൻ അധികാരമില്ല. അവസാനം അവിടുത്തെ മുവാജഹത്തിന്റെ മുമ്പിൽ വന്നൊന്ന് കിടക്കണം.
വെക്കണം. അത് ഹബീബിന്റെ മുഖം കാണാനാകണം. അവിടെ വെച്ചൊന്ന് പ്രാണനറ്റ് പറവ മണ്ണിനോട് ചേർന്നാൽ, മദീനയിലെ മണ്ണിനോട് ലയിച്ചു ചേർന്നാലും ഭാഗ്യമാണ്. മദീനയുടെ മണ്ണിൽ ലയിക്കാതെ കിടന്നാലും ഭാഗ്യമാണ്. മദീനയിൽ ജനിച്ചവരും ഭാഗ്യവാന്മാരാണ്. മദീനയിൽ മരിച്ചവരും ഭാഗ്യവാന്മാരാണ്. മദീനയിലൂടെ നടന്നവരും ഭാഗ്യവാന്മാരാണ്. മദീനയിലൂടെ ഇഴഞ്ഞവരും ഭാഗ്യവാന്മാരാണ്. അവസാനമാ ബഖീഇലൊന്ന് പോയി അവിടുത്തെ ഒരു ലഹദിലേക്ക് ചേരാൻ പറ്റിയാൽ അതാണ് എന്റെ ജീവിതത്തിന്റെ സാഫല്യം. അല്ലാഹുവേ, ഹബീബിന്റെ മദീനയിൽ ഞങ്ങൾക്കൊരു ഖബർ നൽകണം റഹ്മാനേ. ഖബറൻ സുമ്മ ദഫ്നം ബിൽ ബഖീഇ. ഞങ്ങൾക്ക് അവിടുന്ന് ഹബീബിലേക്കൊരു ബന്ധം, അവിടുത്തെ നോട്ടം ഉള്ളിലൂടെ ലഭിക്കുന്ന ഖബറിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനേ. ഒരുപാട് കാലം ജീവിക്കണമെന്ന ആശയല്ല, ജീവിക്കുന്ന കാലം ദീനിന് ഖിദ്മത്തിലാകണം. മരിക്കുമ്പോ ഹബീബിനെ കണ്ട് ചിരിച്ചു മരിക്കണം. അവസരം നൽകണേ റഹ്മാനേ, ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനേ.